കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ മനോഹരമായിരിക്കുന്ന രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയിൽ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ സർവകൃപാലുവായ കർത്താവ് സാവകാശം നൽകിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇന്ന് ആരംഭിക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും കൂടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. ക്രിസ്തുവിൽ ഞാൻ ഏറെ ആദരിക്കുന്ന ബഹുമാന്യനായ ദൈവഭൃത്യനോടും ഇവിടെയുള്ള സ്ഥലം സഭയോടും ചേർന്ന് ഈ ദിവസങ്ങളിലായിരിക്കാൻ ദൈവം എനിക്ക് നൽകിയ അവസരം ജീവിതത്തിന്റെ ഭാഗ്യമായി കാണുന്നു. എന്റെ 13ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ഒരു മാർത്തോമാ കുടുംബത്തിൽ നിന്നും പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് ഭവനത്തിൽ നിന്ന് ആരുമായി ചുവടുവെച്ച് ഇറങ്ങുവാനുള്ള അവസരം കർത്താവ് എനിക്ക് നൽകി. 19ാമത്തെ വയസ്സിൽ ഞാൻ കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ ദൈവത്തിന്റെ വചനം പഠിക്കുവാനായി ചേർന്നു. ആ വർഷം തന്നെ സഭാ ശുശ്രൂഷകനായി തീരുവാനും തുടർന്നുള്ള വർഷങ്ങൾ കർത്താവിന്റെ വചനവുമായി വിവിധ ഇടങ്ങളിൽ നിൽക്കുവാനും ദൈവം എനിക്ക് അവസരം നൽകി. ഞാൻ ക്രിസ്തുവിലേറെ ആദരിക്കുന്ന അനേക ദൈവമക്കൾ എന്റെ മുൻപിലുണ്ട്. വിശേഷിച്ച് മറക്കാൻ കഴിയാത്ത കടപ്പാടുകളുള്ള കർത്താവിന്റെ ദാസന് മുൻപേ ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ലോക്കൽ സഭയ്ക്ക് വളരെ ആത്മബന്ധമുള്ള പ്രിയപ്പെട്ടവർ പലരും ഇന്ന് ഈ സ്ഥലം സഭയോട് ബന്ധപ്പെട്ട ദൈവത്തെ ആരാധിച്ചു വരുന്നു. എല്ലാറ്റിലുപരിയായി നിത്യതയോളം നീണ്ടു നിൽക്കുന്ന ക്രൂശിലെ രക്തത്താലുള്ള ബന്ധം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ടിടയാകട്ടെ. കർത്താവിന്റെ ദാസൻ പ്രസ്താവിച്ചതുപോലെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഏകീകരിക്കുകയാണ്. ആദ്യം മുഖവരകളൊന്നും കൂടാതെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരുമിച്ച് വചനം ചിന്തിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ വചനധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഉറയ്ക്കുവാനിടയാകട്ടെ. ദൈവത്തിന്റെ അനാദി നിർണയവും നമ്മുടെ ഉത്തരവാദിത്വവും എന്നതാണ്. ദൈവത്തിന്റെ അനാദി നിർണയം എന്നുള്ളത് എന്താണെന്നും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നും വളരെ ഗൌരവമായി ഗ്രഹിക്കേണ്ട ഒരു കാലഘട്ടം. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുള്ള ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. ഒരിരുട്ടിന്റെ ശക്തികൾക്കും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കുവാൻ കഴിയുകയില്ല. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ലോകത്തിലെ ഒരു ദുഷ്ടവ്യാപാരങ്ങൾക്കും എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ തകർക്കാൻ കഴിയുകയില്ല. ഞാൻ എന്റെ ഭാഷ പറഞ്ഞാൽ 33 കോടി ദൈവങ്ങൾക്കോ 6000 കോടി അസുരഗണങ്ങൾക്കോ ഭൂതപ്രേതാദികൾക്കോ കാളിക്കൂളി കാട്ടുവിശാചിക്കൾക്കോ വെച്ചുപൂജകളിലും കുരിയാലകളിലും നേർച്ചക്കാവുകളിലും അമ്പലങ്ങളിലും കുളങ്ങളിലും മുഴുവൻ വ്യാപരിക്കുന്ന ദുർഭൂതങ്ങൾ ഒരുമിച്ചിളകി വന്നാലും എന്നെക്കുറിച്ച് എന്റെ ദൈവം നിത്യതയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതി തകർക്കാൻ അവറ്റകൾക്ക് കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉറപ്പായി പറയുന്നു, ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ എന്നെക്കുറിച്ച് എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്നെക്കുറിച്ച് എന്റെ ദൈവത്തിനൊരു പദ്ധതി ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാനുള്ള കുറുക്കുവഴിയല്ലത്. നമ്മുടെ അശ്രദ്ധയിലേക്ക് വഴിമരുന്നിടുന്ന വചനമല്ലത്. നമ്മുടെ കടപ്പാടുകളെ ഓർപ്പിച്ചുണർത്തുന്ന വചനമാണ്. ദൈവത്തിന് മുൻ നിർണയം ഉണ്ടെങ്കിലും ദൈവത്തിന് നമ്മുടെ തലയിൽ വരച്ചിരിക്കുന്ന വിധി ഏൽപ്പിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ കടപ്പാടുകളിൽ നാം ഉത്തരവാദിത്തങ്ങളിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഈ ചിന്തകളിൽ നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2 വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനത്തിലേക്ക് ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തലക്കെട്ടായിട്ട് നിങ്ങൾ ആ ഭാഗം പ്രത്യേകം നോട്ട് ചെയ്യുക. ദൈവത്തിന്റെ അനാദി നിർണയവും നമ്മുടെ ഉത്തരവാദിത്വവും. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളും, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 27, 28, 29 വാക്യങ്ങളും ആരെങ്കിലും ശബ്ദമുയർത്തി വായിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനം നമുക്ക് ആരംഭിക്കാം. റോമാലേഖനം
അല്ലെങ്കിൽ ഒരു മൈക്ക് അങ്ങോട്ട് കൊടുക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇനിയും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 27 മുതൽ ഉള്ള വാക്യങ്ങൾ കൂടെ. അതുകൊണ്ട് അയോഗ്യമായി ഈ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യണം. അടുത്ത വാക്യം. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം കൂടെ. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. മതിയല്ലോ, നമുക്കൊരു നിമിഷം തലകളെ വണക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിങ്കലേക്ക് ഉയർത്താം. മരിച്ച ഒരു പറ്റം ആളുകളുടെ നടുവിൽ മരണത്തിന്റെ ചടങ്ങ് നടക്കുന്ന ഒരു നിർജീവമായ ബൈബിൾ ക്ലാസ് അല്ല. ജീവൻ പ്രാപിച്ച ദൈവമക്കളുടെ നടുവിൽ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുന്ന ഒരു വിടുതലിന്റെ ആത്മീയ ശുശ്രൂഷ ഈ 6 ദിനങ്ങളിലും ഇവിടെ നടക്കേണ്ടത്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥനയിൽ പോരാടിക്കാട്ടെ. പരിശുദ്ധാത്മാവിന് ഈ ദിവസങ്ങളിൽ ഇടപെടുവാനുണ്ട്. അന്ധകാര ശക്തികളുടെ മതിൽക്കെട്ടുകൾ ഇവിടെ ഉടയേണ്ടതുണ്ട്. ആത്മാക്കൾ ഇവിടെ വിടുവിക്കപ്പെടേണ്ടതുണ്ട്. ദൈവജനം പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടും. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, വളരെ പ്രാർത്ഥനയോടെ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. സാധുക്കളും ഏഴകളും മൺകീടങ്ങളും ബലഹീനരും അയോഗ്യരും അപാത്രരുമായി കിടന്ന ഞങ്ങളെ തിരുമേനിയുടെ സ്നേഹത്താൽ വിടുവിച്ചടുപ്പിച്ച് ദൈവപുത്രന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ദൂതന്മാർക്ക് പോലും സംബോധന ചെയ്യുവാൻ അധികാരമില്ലാത്ത നിലയിൽ പുത്രത്വത്തിന്റെ അധികാരവും പദവിയും നൽകി അലങ്കരിച്ച വലിയ തിരഞ്ഞെടുപ്പോർത്ത് ഞങ്ങൾ തിരുവേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങളിവിടെ ആരംഭിക്കുന്ന വചനധ്യാനത്തിന് മുൻപിൽ ശക്തനായ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കണമേ. നിത്യതയ്ക്കായി ചില കണ്ണുകൾ തുറക്കപ്പെടുന്ന ദിവസങ്ങൾ തീർക്കണമേ. പരിശുദ്ധാത്മാവിൽ ചെയ്തെടുക്കേണ്ട സകല പ്രവർത്തികളും ഈ ദിവസങ്ങളിവിടെ ചെയ്തെടുക്കണമേ. അങ്ങയെ പ്രതിനിധീകരിപ്പാൻ ബലഹീനനായ ഇവന് കൃപ പകരണമേ. അങ്ങ് ആഗ്രഹിക്കാത്ത ഒരു ശബ്ദവും ഇവിടെ പുറത്തു വരുവാൻ ഇടയാകരുതേ. അങ്ങ് ആഗ്രഹിക്കുന്ന ഒന്നും പുറത്തു വരാതിരിക്കാൻ കർത്താവിന് സ്തോത്രം തടസ്സമുണ്ടാകാതിരിക്കത്തക്ക വിധം ദൈവാത്മാവ് തന്നെ കാര്യങ്ങളെ നിയന്ത്രിക്കണമേ. നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും കൂടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ നമ്മെക്കുറിച്ച് നാം സേവിക്കുന്ന ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. 139 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായി അറിയാവുന്ന സങ്കീർത്തനമാണ്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതൊരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു. നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ ഇവിടേക്ക് പോകും. തിരുസന്നിധി വിട്ട് ഞാൻ ഇവിടേക്ക് ഓടും. ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്തി എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഇരുട്ടനെ മൂടിക്കളയട്ടെ, വെളിച്ചവന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല.
രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. അടുത്ത പ്രയോഗം ദൈവദാസൻ കുറിക്കുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നെയ്ത്തുകാരൻ കൊട്ട മെടയുന്നത് പോലെ, ഓല നെയ്തെടുക്കുന്നത് പോലെ എന്റെ അമ്മയുടെ ഗർഭഗൃഹത്തിൽ, എന്റെ അമ്മയുടെ ഉദരപിണ്ഡത്തിൽ എന്നെ മെനഞ്ഞു നിന്റെ കരമാണ്. പരിശുദ്ധാത്മാവ് അടുത്ത പ്രയോഗത്തിൽ എഴുതിയിരിക്കുന്ന പ്രത്യേകം അടിവരയിട്ട് ശ്രദ്ധിക്കണം. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ ജന്മം കൊള്ളുന്നതിന് മുൻപ്, എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് ഞാൻ എവിടെ ജനിക്കണം, എന്റെ മാതാപിതാക്കൾ ആരായിരിക്കണം, എന്റെ ജനനം എന്ന് നടക്കണം, എന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം, എന്റെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തണം, എന്റെ വരുമാനമാർഗം എന്തായിരിക്കണം, എന്റെ ജീവിത പങ്കാളി ആരാകണം, എന്റെ ഭവനം എവിടെ ഉയരണം, അങ്ങനെ എന്റെ ജനനത്തിന്റെ നാഴികയ്ക്കും എന്റെ മരണത്തിന്റെ വിനാഴികയ്ക്കുമിടയിൽ ഞാൻ കടന്നു പോകേണ്ട ജീവിത പാതയെ നേരത്തെ അറിഞ്ഞതിനു ശേഷം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ എന്നെക്കുറിച്ചൊരു പദ്ധതി ഞാൻ സേവിക്കുന്ന ദൈവത്തിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി നോക്കട്ടെ. നിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ അനാദി നിർണയം വേദപുസ്തകത്തിലെ അതിപ്രധാനപ്പെട്ട വിഷയമാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ എഴുതുന്ന ഈ വാക്കുകൾ പ്രത്യേകം കുറിക്കണം. ഈ കർത്തൃദാസന്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണുയർത്തി നോക്കാം. വേദപുസ്തകത്തിൽ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ച ഇതുപോലൊരു കർത്തൃദാസനെ, അതും ജീവിതത്തിന്റെ പരിശോധനകളുടെ തീക്കകത്ത് വേദനിച്ച ഇതുപോലൊരു ദൈവഭൃത്യനെ കാണാനില്ല. ആ ദൈവഭൃത്യന്റെ ജീവിത സായാഹ്നത്തോടടുത്ത ദിനങ്ങളിൽ അദ്ദേഹം കുറിക്കുന്ന തന്റെ വിൽപ്പത്ര ലേഖനമാണ് നമുക്കെല്ലാവർക്കും സുപരിചിതമായ തിമോത്തിയോസിന്റെ 2-ാം ലേഖനം. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം കുറിക്കുന്ന സ്ഥലം ചരിത്രപ്രസിദ്ധമായ മർമാട്ടിൻ ഗുഹകളിൽ മുന്നിൽ കിടന്നുകൊണ്ടാണ്. തന്റെ മരണസ്ഥലം, തന്റെ മരണസമയം, തന്റെ മരണവിധം, ഇത് മൂന്നും തനിക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞതായി തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പരാമർശനമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്നത്തോടടുക്കുന്ന സമയത്ത് താൻ കുറിക്കുന്ന വാക്കുകൾക്ക് സത്യത്തിൽ അവിടെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പ്രവഹിക്കുന്ന ഒരു ദിവ്യ ദൂതിന്റെ ശക്തിയാണുള്ളത്. അദ്ദേഹം മരണത്തോടടുക്കുകയാണ്. എന്റെ ചിന്ത ഞാൻ പറയാം. ഈ മരണത്തോടടുക്കുന്ന സമയം ഈ കർത്തൃദാസന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഈ പശ്ചാത്തലം ഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് റോമ ചരിത്രത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ലോക ചരിത്രത്തെ കിടുകിട ഉറപ്പിച്ച അതിശക്തരായ ഭരണാധികാരികളാണ് റോമൻ ഭരണാധികാരികൾ. റോമൻ ഭരണാധികാരികളിൽ ഏറ്റവും നീചനായിരുന്നു ചരിത്രം പറയുന്ന നീറോ കൈസർ. സ്വന്തം കൈകൊണ്ട് സ്വന്തം അമ്മയെ കൊന്ന, സ്വന്തം കൈകൊണ്ട് സ്വന്തം ഭാര്യയെ കൊന്ന നീചനാണ് നീറോ. മറ്റുള്ളവരുടെ മരണവേദന കാണുമ്പോൾ പിടയ്ക്കുന്ന വ്യക്തികളുടെ മരണവേദനയ്ക്ക് മുൻപിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രത്യേക മാനസിക വൈകാരികത, ഒരു മനോരോഗം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. അദ്ദേഹം അന്ന് അറിയപ്പെട്ട ഒരു ശില്പകലാ വിദഗ്ധനായിരുന്നു, ആർക്കിടെക്ട് ആയിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചു ടൈബർ നദിയുടെ തീരത്ത് ഉയർന്നു നിൽക്കുന്ന 2 സഹോദരന്മാർ പണിയപ്പെട്ട പുരാതനത്വം നിറഞ്ഞ റോമാ പട്ടണത്തെ നയനമനോഹരമായി കാഴ്ചയ്ക്ക് ഭംഗിയായി പുനരുദ്ധാരണം ചെയ്ത് പണിയുവാൻ നീറോ തീരുമാനിച്ചു. പക്ഷെ അതിനു മുൻപിൽ ഒരു തടസ്സമുണ്ട്. തടസ്സം മറ്റൊന്നല്ല, നീറോയുടെ കാലഘട്ടത്തിൽ റോമാ പട്ടണത്തിനകത്ത് 10,000-കണക്കിന് സാധാരണക്കാർ സാധാരണ ചാലകളിൽ, സാധാരണ കുടിലുകളിൽ പാർക്കുന്നുണ്ട്. സുരക്ഷിതത്വം ആഗ്രഹിച്ചുകൊണ്ട് സാധാരണക്കാർ പട്ടണങ്ങളിൽ മതിൽക്കെട്ടുകളുള്ള നഗരങ്ങൾക്കകത്ത് താമസിക്കുന്ന ആ കാലത്തിന്റെ സംസ്കാരമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവരെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് വേണം റോമാ പട്ടണത്തിന്റെ പണി പണിയാൻ തുടങ്ങാൻ. ഒഴിവാക്കാൻ ശ്രമിച്ച ശ്രമങ്ങളെല്ലാം പാഴായി. അതുകൊണ്ട് തന്നെ നീറോ ഒരു ദിവസം റോമാ പട്ടണത്തിന് തന്റെ കിങ്കരന്മാരെ ഉപയോഗിച്ച് തീ കൊടുക്കാൻ തീരുമാനിച്ചു. റോമാ പട്ടണം ഒരു പട്ടപ്പകൽ തീയിൽ കത്തിയെരിയുകയാണ്. മാനം മുട്ട കത്തി ഉയരുന്ന തീയിൽ നിന്നും നിലവിളി ഉയരുന്നു. കാരണം നിരവധി സ്ത്രീകളും കുഞ്ഞുങ്ങളും റോമാ പട്ടണത്തിൽ കത്തി അമരുകയാണ്. അതോടുകൂടെ ബഹുജന പ്രക്ഷോഭം, സാധാരണക്കാരോട് കാണിച്ച ഈ ക്രൂരതയുടെ പ്രതികരണമായി
സാധാരണക്കാർ കൂട്ടമായി സംഘടിച്ച് കൊട്ടാരത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച് അടുക്കുകയാണ്. ചരിത്രം പറയുന്നത് അങ്ങനെ ഇരമ്പി അടുക്കുന്ന സമയം ജനക്കൂട്ടം റോമാ പട്ടണത്തിലെ കൊട്ടാരത്തിന് നേരെ ഇരമ്പി അടുക്കുമ്പോൾ നീറോ മറ്റൊരു തന്ത്രം ഉപയോഗിച്ചു. ഈ ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കും എന്ന് പ്രസംഗിക്കുന്ന ഒരു പറ്റം ക്രൈസ്തവരിവിടെയുണ്ട്. അവരാണ് ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചു. അതോടുകൂടെ സാധാരണക്കാരുടെ വൈരാഗ്യം ക്രൈസ്തവരോടായി. ലോക ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീചമായ, ഏത് കഠിന ഹൃദയനും കരളലിഞ്ഞ് കരഞ്ഞു പോകത്തക്ക വിധത്തിൽ ഏറ്റവും നീചമായ കൂട്ടക്കൊലപാതകങ്ങൾ സാധാരണക്കാരുടെ കൈകൊണ്ട് തുടർന്ന് റോമാ പട്ടണത്തിൽ അരങ്ങേറി. ക്രൈസ്തവരെ കൊന്ന വിധം ചരിത്രം വായിച്ചാൽ ഏത് വ്യക്തിയും ഇരുന്ന് കരഞ്ഞുപോകും. അടകല്ലിലേക്ക് തല കയറ്റി വെച്ചിട്ട് കൂടം കൊണ്ട് തല തല്ലി പൊട്ടിക്കുന്നു. തെറ്റിദ്ധാരണയാണ് കാരണം. വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിക്കുന്നു. വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ ചെമ്പ് ചങ്ങല കൊണ്ട് വലിച്ചടുപ്പിച്ചിട്ട് കൈകാലുകൾ അതിൽ ചേർത്ത് കെട്ടിയിട്ട് ചെമ്പ് ചങ്ങലയുടെ കുരി കഴിച്ചു വിടുമ്പോൾ ശരീരഭാഗങ്ങൾ 2 തുണ്ടുകളായി വൃക്ഷക്കൊമ്പിൽ കീറിയാടുന്നു. ഉദരം പിളർന്നിട്ട് ജീവനോടെ ഘാതകൻ കൈ അകത്തോട്ട് കയറ്റിയിട്ട് പരസ്യ സ്ഥലത്ത് വെച്ച് കുടൽമാല പുറത്തേക്ക് വലിച്ചെടുത്ത് വൃക്ഷക്കൊമ്പിൽ കെട്ടിവലിക്കുന്നു. തലകീഴായി തൂക്കിയിട്ട് അടിയിൽ തീ കൊടുത്ത് ജീവനോടെ കത്തിച്ചു കൊല്ലുന്നു. മലയുടെ കടുംതൂക്കുകളുടെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് ചിഹ്ന ഭിന്നമായി തകർക്കുന്നു. അലറിയടുക്കുന്ന ഘോര ജന്തുക്കൾക്ക് പരസ്യ സ്ഥലങ്ങളിൽ ഊണിന് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. തിളയ്ക്കുന്ന എണ്ണ പാത്രങ്ങളിലിട്ട് വറുത്തു കോരുന്നു. പരസ്യമായി കുനിച്ചു നിർത്തി കഴുത്ത് വെട്ടിമാറ്റുന്നു. ഇങ്ങനെ കൂട്ടക്കുലപാതകങ്ങൾ അരങ്ങേറുന്ന കാലഘട്ടം. അലറിയെടുക്കുന്ന ഘോര ജന്തുക്കൾക്ക് മുൻപിലും തിളയ്ക്കുന്ന എണ്ണപ്പാത്രങ്ങൾക്ക് മുൻപിലും അലറുന്ന ഘോരമൃഗങ്ങൾക്ക് മുൻപിലും ധൈര്യത്തോടെ മരണത്തെ അഭിമുഖീകരിക്കാൻ നമ്മുടെ പിതാക്കന്മാർ നിന്നതിന്റെ കാരണം നിത്യതയുടെ ദർശനം അവരുടെ അകത്തിറച്ചതുകൊണ്ടാണ്. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ അന്ന് അറിയപ്പെട്ട 2 ക്രൈസ്തവ നേതാക്കന്മാരെ റോമാ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അന്നുണ്ട് പത്രോസിനെയാണ് അദ്ദേഹത്തെ ബാബിലോണിൽ അറസ്റ്റ് ചെയ്ത് റോമിലെത്തിച്ചു. അദ്ദേഹത്തിന്റെ വിസ്താരാനന്തരം അദ്ദേഹത്തിന്റെ ക്രൂശീകരണം അദ്ദേഹം വിധം തന്നെ പറഞ്ഞു. തലകീഴായി ക്രൂശിച്ചൊടുവിൽ കൊന്നു. ഒടുവിൽ പൗലോസിനെയാണ്, ഈ കർത്താവിന്റെ ദാസനെ, കർപ്പോസ് എന്ന കർത്തൃദാസന്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളുമായി പ്രാർത്ഥനയിലായിരിക്കുന്ന സമയം അവിടുന്ന് അറസ്റ്റ് ചെയ്ത് റോമിലെത്തിച്ചു. ഒരു വാടക വീട്ടിൽ പാർപ്പിച്ചുകൊണ്ട് വിസ്താരം തുടർന്നു. ഒടുവിൽ ചരിത്രപ്രസിദ്ധമായ മർമാട്ടിൻ ഗുഹകളിൽ ഒന്നിൽ പാർപ്പിച്ചുകൊണ്ട് ആ ദൈവദാസന്റെ മരണത്തോടടുക്കുകയാണ്. ഈ മരണത്തോടടുക്കുന്ന സമയം തനിക്ക് സംഭവിക്കാൻ തുടങ്ങുന്ന മരണത്തെ സംബന്ധിച്ച് വ്യക്തമായൊരു ചിത്രം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. കാരണം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹം സ്വയം എഴുതിയ വാക്കുകൾ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു എന്നാണ്. യാഗപീഠത്തിന്റെ ചുവട്ടിലേക്ക് യാഗമൃഗത്തിന്റെ ചോര ഒഴിക്കുന്ന രംഗമാണ് പാനീയയാഗബലി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, എന്റെ കഴുത്ത് മുറിയുന്ന ചോര മുറിക്കാൻ ഉപയോഗിക്കുന്ന പീഠത്തിന്റെ ചുവട്ടിൽ വീഴും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ തനിക്ക് വ്യക്തമായി കഴിഞ്ഞു തന്റെ മരണരീതി എങ്ങനെയാണെന്ന്. എന്നാൽ താൻ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഞാൻ മരണത്തോടടുക്കുകയാണ്. നിങ്ങൾ ചരിത്രപ്രസിദ്ധമായ മർമാട്ടിൻ ഗുഹകളിലേക്ക് ഒന്ന് നോക്കിയാൽ ഒരു വശത്ത് ടൈബർ നദി കൂലംകുത്തി പതഞ്ഞു നുരഞ്ഞൊഴുകുമ്പോൾ ടൈബർ നദിയുടെ ഒരു കരയിൽ ഉയർന്നു നിൽക്കുന്ന കരിമ്പാറയിൽ തൊട്ട് താഴേക്ക് കുത്തിയിറക്കി പണിതിട്ടുള്ള ജയിൽ മുറികളാണ് മർമാട്ടിൻ ഗുഹകൾ. അല്പം ശ്രദ്ധയോടുകൂടെ ആ പശ്ചാത്തലം ഗ്രഹിച്ചാൽ സത്യത്തിൽ ഭക്തന്മാരുടെ നിത്യതയുടെ ദർശനം നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആത്മീക കാഴ്ചപ്പാടുകൾക്ക് വൈകല്യം ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ നിങ്ങൾ വന്നു തീർക്കുന്ന കാലം. ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കുന്ന ഇക്കിളി പ്രയോഗങ്ങളിലൂടെ 10,000-കണക്കിന് വാച്ച് തള്ളുന്ന സിസ്റ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു മാസ് ഹിപ്നോട്ടിസം നടത്തുന്ന വൈകൃത ഉണർവുകളാണ് ഈ അനേകടത്തും അരങ്ങ് തകർക്കുന്നത്. എന്നാൽ ആത്മനിറവ് പ്രാപിച്ച ഭക്തന്റെ ജീവിതത്തിൽ വചനത്തിന്റെ യഥാർത്ഥ ദർശനം ഉയർന്നാൽ ശോധനയുടെ പുറകിൽ ചലിക്കുന്ന ദൈവത്തിന്റെ കരം കണ്ട് സ്തോത്രം ചെയ്യാൻ കഴിയും. സമയമുണ്ടെങ്കിൽ തൊട്ട് മുൻപിൽ വരുന്ന സമയങ്ങൾ നമ്മൾ ഒരുമിച്ചത് പങ്കുവയ്ക്കും.
ശ്രദ്ധിക്കുക, ഈ കർത്തൃദാസൻ മരണത്തോടെടുക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം വായിക്കുന്നത് 65 കോടി, ഇന്നത്തെ നിലയിൽ 65 കോടി ഡോളറിന്റെ നെറുകയിൽ അത്ര ധനാഢ്യനായ കുബേരനായ ഒരു പിതാവിന്റെ വീട്ടിൽ പിറന്നവനാണ് ഈ ദൈവദാസൻ. 3 കപ്പലിന്റെ ഉടമസ്ഥനായിരുന്നു പൗലോസ് എന്നാണ് ചരിത്രം പറയുന്നത്. ആ ദൈവദാസൻ മരണത്തോടടുക്കുകയാണ്. ഈ ഗുഹയെക്കുറിച്ച് പറഞ്ഞാൽ, ഒരാൾക്ക് ഒന്ന് കയറി നിന്നാൽ, ഭിത്തിയിൽ തള്ളി നിൽക്കുന്ന കല്ലിലേക്ക് ഇരുന്നാൽ, മുകളിൽ അടച്ചിരിക്കുന്ന കൽഫലകത്തിന്റെ കൽപ്പാളിയുടെ ഇടയിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായിരുന്നാൽ, കൈനീട്ടിപ്പിടിച്ചാൽ കുറ്റവാളികൾ കിട്ടുകൊടുക്കുന്ന അപ്പക്കഷണങ്ങൾ കൈനീട്ടി വാങ്ങി കഴിക്കാവുന്ന നിലകളിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു മുറിയാണ് ഈ ചരിത്ര പ്രസിദ്ധമായ മർമാട്ടിൻ ഗുഹ. ഈ ഗുഹയെ സംബന്ധിച്ച് പറഞ്ഞാൽ, മരണത്തോട് താൻ അടുക്കുന്ന പ്രത്യേക സമയം, ദൈവത്തിന് സ്തോത്രം, മരണം ഒരു വിളിപ്പാടകലെ തന്നെ കാത്തു നിൽക്കുകയാണ്. ഈ സമയം ഈ കർത്തൃദാസൻ, എന്റെ ചിന്ത ഞാൻ പറയാം, ആ ഗുഹയ്ക്കകത്ത് ആ ഭിത്തിയിൽ തള്ളി നിൽക്കുന്ന 10-15 അടി വരെ കുത്തനെ താണ് ഉള്ള ഗുഹകളുണ്ട്. ഇന്നും ചരിത്ര പ്രസിദ്ധമായ ഗുഹകൾ. അതിൽ ഒരു ഗുഹയിൽ ഭിത്തിയിൽ തള്ളി നിൽക്കുന്ന കല്ലിലോട്ട് കയറിയിരുന്നാൽ മുകളിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി തുകൽച്ചുരുൾ വയ്ക്കാം, അതിലേക്ക് എഴുതാം. അങ്ങനെ അന്തിമ ഇംഗിതം, അവസാന ആഗ്രഹങ്ങൾ കുടുംബാംഗങ്ങളെ അറിയിക്കാം. ഇങ്ങനെയുള്ള ഗുഹയ്ക്കകത്ത് ആ ഭിത്തിയിൽ നിന്ന് തള്ളി നിൽക്കുന്ന കല്ലിലോട്ട് കയറിയിരുന്ന് മുകളിലൂടെ അരിച്ചിറങ്ങുന്ന ആ പ്രകാശധാരയ്ക്ക് അഭിമുഖമായി തന്റെ തുകൽച്ചുരുൾ നിരത്തി വെച്ചിട്ട് ഒട്ടും സങ്കോചമില്ലാതെ, നിരാശ ലവലേശമില്ലാതെ, ഒരു പരാജിതനെ പോലെയല്ല, ഒരു ജയാളിയെ പോലെ തല ഉയർത്തിപ്പിടിച്ച് ആ അഭിഷിക്തൻ കുറിക്കുകയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. മകനെ തിമത്തിയോസേ, ശീതകാലത്തിന് മുൻപേ വരുവാൻ ഉത്സാഹിക്ക. നീ പോരുമ്പോൾ പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും കൂടെ കൊണ്ടുപോരുക. ഞാൻ ചോദിക്കട്ടെ, ഇത് ധരിക്കാൻ, ചർമ്മലിഖിതങ്ങൾ വായിക്കാൻ പോട്ടെ, ഈ പുതപ്പ് പുതയ്ക്കാൻ ഉള്ള ഭാഗ്യം കിട്ടിയോ? സഭാചരിത്രം പറയുന്നു, പുതപ്പ് പുതയ്ക്കാൻ ഭാഗ്യം കിട്ടിയില്ല. യൂറോപ്പിന്റെ കൊടും തണുപ്പ്, പകൽ ചുട്ടുപൊള്ളുന്ന ചൂടും രാത്രിയിൽ അസ്ഥി കോച്ചുന്ന തണുപ്പുമുണ്ടെങ്കിലും ഒരു പ്രത്യേക സമയം ശൈത്യകാലം വരുന്നു. ശൈത്യകാലത്ത് തനിക്ക് പുതയ്ക്കുവാൻ പുതപ്പ് വേണം. ഞാൻ പൗലോസ് നോക്കിയത്, പൗലോസേ, ഒരു കുറിപ്പ് കൊടുത്തുവിട്ടാൽ എത്ര പുതപ്പ് അവിടെ എത്തും? നിങ്ങൾ അറിയണം, സാധാരണക്കാരനല്ല ഈ ദൈവദാസൻ. 30-ലധികം പട്ടണങ്ങളിലും 30-50-ലധികം ദ്വീപുകളിലും അടിച്ചുയർന്ന കൊടുങ്കാറ്റ് പോലെ സുവിശേഷത്തിന്റെ ദീപശിഖി ഉയർത്തിയ 100-100 സഭകൾ സ്ഥാപിച്ച ശക്തരായ കർത്തൃദാസനാണ്. ഈ കർത്തൃദാസൻ ഇപ്പൊ പുതയ്ക്കാൻ പുതപ്പില്ലെന്ന്. ഇനിയും പോട്ടെ, എവിടാ തുടങ്ങിയത്? 65 കോടി ഡോളറിന്റെ നെറുകയിൽ പിറന്ന 3 കപ്പലിന്റെ ഉടമസ്ഥനായ അപ്പന്റെ വീട്ടിൽ. എവിടെ അവസാനിക്കുന്നത്? മാറി പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലുമില്ലാത്ത ഗുഹയ്ക്കകത്ത്. ഞാൻ ഇന്ന് രാത്രി തിരിച്ചു പറയട്ടെ, മാറി പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലുമില്ലാത്ത ഇടത്തു നിന്നും ഇതെടുത്തോണ്ടിറങ്ങിയ പലരും അധികം താമസിക്കാതെ ബംഗ്ലാവുകൾക്കകത്തെത്തി നിൽക്കുമ്പോൾ, കൊട്ടാരത്തിനകത്ത് നിന്നും ഇതെടുത്തോണ്ടിറങ്ങിയിട്ട് ഒരു പുതപ്പ് പോലും പുതയ്ക്കാനില്ലാത്തിടത്താണ് അവസാനിച്ചതെങ്കിലും എന്റെ നിത്യത എനിക്ക് കൈവിട്ടു പോയിട്ടില്ല എന്ന് ഉറപ്പ് പ്രാപിച്ച ഭക്തനെ പോലെ ഭാഗ്യശാലി മറ്റാരുമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഉറപ്പോടെ ശ്രദ്ധിക്കണേ. പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് സുഖിച്ചു മതിച്ചു പുളച്ച് രസിച്ച് ഈ മണ്ണിൽ കഴിഞ്ഞതിന് ശേഷം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പിടയുന്നൊരു നരകമാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ
നിന്നെപ്പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും മാറി പുതയ്ക്കാൻ ഒരു പുതപ്പില്ലെങ്കിലും ഒരു കഷണം അപ്പത്തിനായി ലാസറിനെ പോലെ ഇവിടെ ഇറക്കേണ്ടി വന്നാലും ഇന്ന് രാത്രി എന്റെ മരണ ദിവസമെങ്കിൽ എനിക്ക് താതന്റെ മാർവ് കിട്ടുമെന്ന് ഉറപ്പ് പ്രാപിച്ചൊരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെപ്പോലെ ധന്യൻ മറ്റാരുമില്ലെന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഈ മണ്ണിനേക്കാൾ നിത്യത വലുതായി കാണണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ ആ പുതപ്പ് വരുന്ന രംഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ കുറിപ്പ് അവിടെ ചെന്നു, തിമത്തിയോസിന്റെ കയ്യിൽ ചെന്നു. തിമത്തിയോസിന്റെ കയ്യിൽ കുറിപ്പ് ചെന്നപ്പോഴേക്കും ഈ കർത്തൃദാസൻ തിമത്തിയോസ് നേരെ കർപ്പോസിന്റെ വീട്ടിലെത്തിയെന്നാണ് സഭാചരിത്രം. പുതപ്പും പുസ്തകങ്ങളും ജർമ്മലിഖിതങ്ങളും എല്ലാം ഒരു കെട്ടായി വാരിക്കെട്ടി ഇദ്ദേഹം നേരെ റോമിലെത്തി. തിരക്കി അവിടെവിടങ്ങളിൽ പൗലസ് എന്നൊരു മനുഷ്യനെ കണ്ടോ? അദ്ദേഹത്തിന്റെ വിശദീകരണം കത്തോലിക്ക സഭാചരിത്രത്തോട് അനുബന്ധമായി പറഞ്ഞാൽ ദീർഘമായ നെറ്റിത്തടവും ഉയർന്ന നാസികയും കൃശഗാത്രൻ, വണ്ണം കുറഞ്ഞ അകത്തോട്ട് വളഞ്ഞ കാലുകളോടുകൂടെയുള്ള ഒരു വൃദ്ധനായ മനുഷ്യൻ. നിങ്ങൾ കണ്ടോ? ആരും കണ്ടില്ല. അതിനിടയ്ക്ക് ഒരു സഹതടവുകാരനെ കണ്ടു. അവനോട് ചോദിച്ചു, മനസ്സിലായോ? പറഞ്ഞു, മനസ്സിലായി. നിങ്ങളുടെ പേരാണോ തിമത്തിയോസ്? അതെ. എന്റെ പിതാവാണ് പൗലോസ്. അപ്പോൾ സഹതടവുകാരൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഒരുമിച്ചാണ് തടവിൽ കഴിഞ്ഞിരുന്നത്. വിസ്താരത്തിൽ നിന്ന് എന്നെ വെറുതെ വിട്ടു. പക്ഷേ അദ്ദേഹത്തെ വിസ്തരിച്ച് കൊല്ലാൻ വിധിച്ചല്ലോ. നിന്നെ ഓർത്തെന്നും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. എന്റെ മകൻ തിമത്തിയോസ് വരും, വരാതിരിക്കില്ല. എന്റെ മകൻ തിമത്തിയോസ് വരും, വരാതിരിക്കില്ല എന്ന് അദ്ദേഹം നിരന്തരം പറയുമായിരുന്നു. എന്നാൽ ഒരു ദുഃഖസത്യം നീ അറിയണം. ഇന്നലെ രാവിലെ നിന്റെ പിതാവിന്റെ ശിരച്ഛേദം റോമൻ ഗവൺമെന്റ് നിർവഹിച്ചു കഴിഞ്ഞു. ഈ ദൈവദാസന്റെ കയ്യിൽ നിന്ന്, തിമത്തിയോസിന്റെ കയ്യിൽ നിന്ന് പുതപ്പും പുസ്തകങ്ങളും തെറിച്ചു എന്നാ പറയുന്നത്. മുട്ടു നിലത്തോട്ട് കുത്തി രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് അലറിക്കരഞ്ഞുകൊണ്ട്, എന്റെ പിതാവേ പൗലോസേ, എന്റെ പിതാവേ പൗലോസേ, നിന്നെ ഞാനിനി എന്നൊന്ന് കാണും എന്ന് പറഞ്ഞ് ഈ ദൈവഭക്തൻ അലറിക്കരഞ്ഞതായിട്ടാണ് സഭാചരിത്രം. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, പുതപ്പ് പുതയ്ക്കാൻ ഭാഗ്യം കിട്ടിയോ? ചരിത്രം പറയുന്നത് 10 പടയാളികളുള്ള ഒരു സംഘമാണ് വിധി നടത്താൻ ഏൽപ്പിക്കപ്പെട്ടത്. അവർ രാവിലെ ഈ ഗുഹയുടെ, ഈ ജയിൽ മുറിയുടെ കരയ്ക്ക് വന്നു. ഈ കർത്തൃദാസനെ കരയ്ക്കോട്ട് കയറ്റി. 5 പടയാളികൾ ഒരു വശത്ത് നിരന്നു, 5 പടയാളികൾ മറുവശത്ത് നിരന്നു. നടുക്ക് ഈ ദൈവഭൃത്യൻ പൗലോസ്, അദ്ദേഹത്തിന്റെ തൊട്ടുപുറകിൽ ഊരിപ്പിടിച്ച വാളുമായ ഒരു ആരാച്ചാർ. 10 പടയാളികളുടെ നടുവിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു ആരാച്ചാറിന്റെ നേതൃത്വത്തിൽ കുലനിലത്തിലേക്ക് യാത്ര തുടങ്ങുകയാണ്. കുല നടക്കേണ്ടത് 2.5 മൈൽ അപ്പുറത്തുള്ള ഓസ്റ്റിയയ്ക്ക് തിരിയുന്ന ഒരു രാജവീതിയിൽ 2.5 അടി പൊക്കമുള്ള ഒരു കൽത്തൂണിലേക്ക് തല ചായ്ച്ച് കഴുത്ത് പരസ്യ സ്ഥലത്ത് വെട്ടിമാറ്റുകയാണ്. അതും പരസ്യ സ്ഥലത്താക്കാൻ കാരണം അവിടെ നടക്കുന്ന ഏറ്റവും വലിയൊരു ചന്ത ദിവസം തൊട്ടടുത്തുള്ള പിരമിഡിന്റെ അടുക്കലുള്ള ചന്ത ദിവസം അന്നാണ്. ചന്ത ആ ദിവസം അങ്ങനെ ആക്കാൻ കാരണം പരസ്യമായി മതപരിവർത്തനം ഭയപ്പെടുത്തി തടയുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് റോമ ഗവൺമെന്റ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുഴിക്കരയിൽ നിന്നും ഈ യാത്ര നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങളുടെ ആ ഭാവനയിൽ, സങ്കല്പമണ്ഡലത്തിൽ, ചിന്തയിൽ ഒരു വെള്ളിത്തിരയിൽ ചിത്രം കാണുന്നത് പോലെ, നാടകവേദിയിൽ നടനരംഗം കാണുന്നത് പോലെ രംഗം ഒന്ന് കണ്ടേ. ഒരു വശത്ത് 5 പടയാളികൾ, മറുവശത്ത് 5 പടയാളികൾ, നടുക്ക് പൗലോസ്ലീഹ, അദ്ദേഹത്തിന്റെ തൊട്ടുപുറകിൽ ആരാച്ചാർ ഊരിപ്പിടിച്ച വാളുമായി. നേരെ ഗുഹയുടെ ഭാഗത്തു നിന്നും ടൈബർ നദിയുടെ ഇപ്പുറത്തുള്ള ചന്ത സ്ഥലത്തേക്ക്, പിരമിഡിന്റെ ഭാഗത്തേക്ക് ഈ യാത്ര എത്തിക്കഴിഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ പുറകിൽ കൂടി പരിഹസിക്കുന്നു, നിന്ദിക്കുന്നു, കൂക്കുവിളിക്കുന്നു. മുൻപിൽ ഒരു രാഷ്ട്രീയ ജൈത്രയാത്ര പോലെ ഈ യാത്ര നീങ്ങുകയാണ്. ഒരു വശത്ത് 5 പടയാളികൾ, മറുവശത്ത് 5 പടയാളികൾ, നടുക്ക് കർത്തൃദാസൻ, പുറകിൽ ആരാച്ചാർ, ഒരു വലിയ കൂട്ടം ജനം പുറകിൽ നിലവിളിയും കൂക്കുവിളിയുമായി ബഹളം വെച്ചുകൊണ്ട് ജനം ഇരമ്പി വരുന്ന സമയം 2.5 മൈൽ അപ്പുറത്തുള്ള ഓസ്റ്റിയയ്ക്കുള്ള രാജവീതിയിലേക്ക് ഇവർ നടന്നു നീങ്ങുകയാണ്. ഈ യാത്രയ്ക്കിടയിൽ എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ കുവൈറ്റിലിരുന്നു കൊണ്ട് പൗലോസിന്റെ കണ്ണുകളിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ മുഖത്ത് ഞാൻ പറയാം, നിരാശ ലവലേശമില്ല. വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ കാഴ്ചയുണ്ട്. അത് അത്യുത്തമമല്ലോ എന്ന് പറഞ്ഞ കർത്തൃദാസൻ അങ്ങോട്ട് ചേരാൻ കൊതിക്കുകയാണ്.
ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് വിളിച്ചു ചോദിച്ച കർത്തൃദാസൻ ജയത്തിന്റെ ചുവടുവയ്പ്പുകളോടുകൂടി ഒരു ജയാളിയെ പോലെയാണ് നടന്നു നീങ്ങുന്നത്. സ്തോത്രം. ഞാൻ ആത്മാവിൽ പറയാം, ഒരിക്കൽ ഡമസ്കോസിന്റെ പടിവാതിക്കൽ തേജസ്സിന്റെ പ്രഭയിൽ ഇറങ്ങി വന്നിട്ട് മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് നന്നല്ലെന്ന് അരുളി ചെയ്ത കർത്താവിനെ ഇനിയും അധികം താമസിക്കാതെ നേരിട്ട് കാണുന്ന ദിവസങ്ങൾ, മിനിറ്റുകൾ അടുത്തു വരുന്ന ഭാഗ്യദർശനത്തോടെ ഈ കർത്തൃദാസന്റെ പാദത്തിൽ വേഗത കൂടി കാണും. സ്തോത്രം അല്ലേ? മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടപ്പോൾ ഒരു നാൾ കണ്ട വെളിപ്പാടുകളുടെ ആധിക്യം ഈ കർത്തൃദാസന്റെ ഉള്ളിൽ തുള്ളി തുടിക്കുകയായിരിക്കും. ഓരോ ചുവടുകൾ വെച്ച് വേഗം 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 മരണസ്ഥലത്തെത്തിക്കഴിഞ്ഞു. മുട്ടുകുത്താൻ ആരാച്ചാർ പറഞ്ഞു, മുട്ടുകുത്തി 2.5 അടി പൊക്കമുള്ള കൽത്തൂണിലേക്ക് ആ തലയൊന്ന് ചായ്ച്ചു. ആരാച്ചാറിന്റെ മിന്നിത്തിളങ്ങുന്ന പടവാൾ ഒന്ന് കയറി ഇറങ്ങി ഈ അഭിഷിക്തന്റെ, ഈ ഭക്തന്റെ ശിരസ് 3 തെറിച്ചുരുണ്ടു. ആ കബന്ധം, ആ ജഡം പുറകോട്ടു മലച്ചു. തലയോടുകൂടെ മുൻപോട്ട് കമിഴ്ന്ന ആ ജഡം തലയില്ലാതെ പുറകോട്ടു മലച്ചപ്പോൾ ഞാൻ ചോദിക്കുന്നു, എന്ത് നേടിയൊരു ആയുസ് കൊണ്ട്? ഇന്നത്തെ പുതിയ തരം സുവിശേഷകരാണെങ്കിൽ പറയുമായിരിക്കും ശാപം. എന്നാൽ ഭക്തൻ പറയുന്നു, ഈ ഇരുൾ മൂടിയ ഗുഹയ്ക്കകത്ത് നിന്നും നിത്യതയുടെ ഒളിമങ്ങാത്ത തേജസ്സിലേക്ക് ലഭിച്ച ട്രാൻസ്ഫർ ദർശനം പ്രാപിച്ച എത്ര ദൈവമക്കളിന്ന് രാത്രി ഇവിടെയുണ്ട്. ആത്മനിറവ് പ്രാപിച്ച ദൈവവൈതലേ, നിന്റെ ജീവിതത്തിന്റെ ശോധനകളുടെ പുറകിൽ നീ അറിയാത്ത ഒരു കാര്യം നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നാൾ നിത്യതയുടെ തീരത്ത് നീ എത്തിക്കഴിഞ്ഞു മാത്രമേ ഇതിന്റെ പുറകിലെ ദൈവത്തിന്റെ കാര്യം എന്താണെന്ന് കണ്ട് സ്തോത്രം ചെയ്യാൻ നിനക്ക് പറ്റുകയുള്ളൂ. ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് സ്തോത്രത്തോടെ അപരം തുറന്ന് പറ, ഹേ പിശാചേ, നിന്റെ ഒരു പദ്ധതികളും എന്റെ മേൽ വിജയിക്കയില്ല. എന്നെ ഒരുത്തൻ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നു. അവന്റെ കരം എന്റെ മേൽ പിടിച്ചിട്ടുള്ളത് കൊണ്ട് അവൻ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. മറിച്ച് ശോധന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അറിയാത്തൊരു കരം ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്നെ തകർക്കുന്ന കരമല്ല, നിത്യതയുടെ തീരത്തിന്റെ ബലത്തോടെ നിർത്തുന്ന കരം. ഈ കർത്തൃദാസൻ പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ വാക്യം ശരിയാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? നമ്മളെ സംബന്ധിച്ചിടത്തോളം പോരാട്ടമിട്ട് ബന്ധനശക്തികളുടെ അന്ധകാരത്തിന്റെ കൂച്ചുവിലങ്ങിട്ട് പിടിയും വലിയും കോച്ചും കൊളുത്തുമായി പോരാടുന്ന പോരാട്ട ബന്ധനങ്ങൾ എന്നൊരു പ്രയോഗമുണ്ടെങ്കിലേ വല്ലപ്പോഴും ഒന്ന് ആത്മാവിലാകാൻ പറ്റൂ. അതിന്റെ കൂട്ടത്തിൽ പിന്നെ പ്രവചനം കൂടെ വന്നാൽ അല്ലേ, തട്ടിക്കളയാൻ വെട്ടിക്കളയാൻ കൂട്ടമായി പട്ടിണിക്കിടാൻ നോട്ടമിട്ട സ്ഥാനത്ത് നിന്ന് പട്ടുമെത്തയുടെ അവസ്ഥ തന്നു മാനിച്ചുയർത്തി കുവൈറ്റിലെത്തിച്ച് കാടിലാ കാറുകളിൽ വട്ടം കറക്കുന്ന ഞാനല്ലേ മോനെ എന്നുകൂടെന്ന് പറഞ്ഞാൽ ആത്മീയ അന്തരീക്ഷം കത്തിത്തളയ്ക്കും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം തന്റെ പദ്ധതിയുടെ നിവർത്തിക്കായി ചലിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഇന്ന് രാത്രി ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഇത് നിങ്ങളുടെ അകത്തൊന്ന് കയറണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നമുക്കൊക്കെ അറിയാമല്ലോ, പണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കരപ്പനൊക്കെ കഷായം മാതാപിതാക്കൾ കൊടുക്കുകയും കുടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പിള്ളേരെ 2 കാലിന്റെ ഇടയിലോട്ട് കൈ 2 പുറകിലോട്ട് അങ്ങോട്ട് പിടിച്ചു കെട്ടിയിട്ട് കയറ്റി അങ്ങോട്ട് നിർത്തിയിട്ട് വായ അങ്ങോട്ട് പൊളിച്ചു പിടിച്ച് കടുങ്കാപ്പിയുടെ കളറുള്ള ഈ കട്ടിക്കഷായം കൊച്ചന്റെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോ ഗുളുഗുളുകുളാന്നും പറഞ്ഞ് ഇത് ഇറക്കുന്ന സമയത്ത് ഇഷ്ടമായിട്ടൊന്നും അല്ല അങ്ങോട്ട് ചെലുത്തുന്നത്. ഇരുത്തെ 2 തോടം അകത്ത് കയറിയാൽ പിത്തശൂല മാറുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ ചെല്ലുന്നേ. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം എന്തെന്നറിയാമോ? ഒത്തിരി ആവേശത്തോടെ കേട്ടില്ലെങ്കിലും ശാന്തമായി നിഗ്രഹിക്കണം. ഇവത്തെ 2 തോടം അകത്ത് കയറിയാൽ നമുക്ക് അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടും തികച്ചും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കണം. 5 കൂട്ടം കാര്യങ്ങൾ ഞാൻ ജനിക്കുന്നതിന് മുൻപ് പ്ലാൻ ചെയ്തതിന് ശേഷമാണ് എന്റെ ദൈവം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. സ്തോത്രം പറയാൻ കഴിയുമോ? ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. വളരെ ഗൗരവമായിട്ട് ആ ഭാഗം എടുക്കണം. 5 കൂട്ടം കാര്യങ്ങൾ ദൈവത്തിന്റെ നിത്യതയുടെ പദ്ധതിയിൽ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ചത്. വായിക്കാം. റോമാലേഖനം
8-ാമത്തെ ആയത്തിന്റെ ശ്രദ്ധിച്ച് വായിക്കണം. ശാന്തമായിട്ട് ശ്രദ്ധിച്ച് ഇരുത്തി നിർത്തി വായിച്ചാട്ടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. വാക്യം ശരിയാണോ? വായിക്കണച്ച ബാക്കി പറയണം, ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഒരു ബൈബിൾ കോളേജിൽ ഒരു കർത്തൃദാസൻ ഈ വചനം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കേട്ട ഒരു വിദ്യാർത്ഥിക്ക്, സാറേ ആ വാക്യം ശരിയാണോ? ഏത് വാക്യം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണോ? അപ്പോൾ രോഗവും മരണവും ആക്സിഡന്റും ക്യാൻസറും ജന്മവൈകല്യങ്ങളും എല്ലാം നന്മയ്ക്കാണോ? ഈ സമയം ദൈവദാസൻ പറഞ്ഞു, കുഞ്ഞേ, എന്റെ ദൈവത്തിന്റെ വചനം നന്മയ്ക്കാണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നന്മയ്ക്ക് തന്നെ. താൻ ഇങ്ങനെ കൂടെ കൂട്ടിച്ചേർത്തു, ഈ തീരത്തിതിന്റെ നന്മ എന്താണ് എന്ന് നിനക്കറിയില്ലെങ്കിലും ഒരു നാൾ നിത്യതയുടെ തീരം അണഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ പുറകിൽ എന്റെ ദൈവം എന്തോ ഒരു നന്മ കരുതി വെച്ചത് നിനക്ക് ബോധ്യമാകും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പാടാറില്ലേ, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടൽ. ഒന്ന് ചേർന്ന് പഠിക്കട്ടെ. ലോകസ്ഥാപനം മുൻ കരമൊന്ന് അടിച്ചു ചേർന്ന് പാടാം. ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ. ഇത്രയോ ശ്രേഷ്ഠമാ ശ്രദ്ധിക്കുക. ഈ ദൈവദാസൻ മറുപടി പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ വചനത്തിൽ അത് പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ തന്നെ. അന്ന് സന്ധ്യാസമയത്ത് ബൈബിൾ കോളേജിൽ നിന്നും അദ്ദേഹവും ഭാര്യയും കൂടെ വീട്ടിലേക്ക് പോകുമ്പോൾ കാറ് അപകടത്തിൽപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ തൽക്ഷണം മരിച്ചു. അദ്ദേഹം നിരവധി ഒടിവുകളോടുകൂടെ ഹോസ്പിറ്റലിലെത്തി. അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ ബലഹീനമായി ICUവിൽ മരണത്തോട് മല്ലടിക്കുന്ന ഈ കർത്തൃദാസൻ സുബോധം വന്നപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് എന്റെ വേദവിദ്യാർത്ഥികളെ എനിക്ക് കാണണമെന്നായിരുന്നു. വേദവിദ്യാർത്ഥികൾ അകത്ത് വന്നപ്പോൾ കട്ടിൽ ചുറ്റി നിൽക്കുന്ന വേദവിദ്യാർത്ഥികളോട് ഈ ദൈവദാസൻ പറഞ്ഞു കേൾക്കണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെന്ന വാക്യം ഇപ്പോഴും ശരിയാണ്. അടുത്ത ദിവസം തന്റെ ഇന്റേണൽ ബ്ലീഡിംഗ് വർദ്ധിച്ചു. താൻ മരണത്തോടടുക്കുന്നു. സുബോധം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അന്ത്യാഭിലാഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്റെ ഏറ്റവും അടുത്ത ആളുകളെ അറിയിക്കാനുള്ള സമയമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അഭിലാഷം എന്റെ ക്ലാസ് റൂം ലീഡർ അകത്ത് വരണം. ക്ലാസ് റൂം ലീഡർ അകത്ത് വന്നു. അദ്ദേഹത്തിന്റെ ചെവി തന്റെ ചുണ്ടോട് അടുപ്പിക്കാൻ ആംഗ്യം കാട്ടി. ചെവി ചുണ്ടോട് അടുപ്പിച്ചു. ആ കിടക്കുന്ന കിടപ്പിൽ ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെന്ന വാക്യം ഇപ്പോഴും ശരിയാണെന്ന് മാത്രമല്ല, എന്റെ ശവകുടീരത്തിന്റെ തലയ്ക്കലെ കല്ലിൽ അത് എഴുതി വയ്ക്കണം. ഞാനിന്ന് രാത്രി ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നെടുവീർപ്പുകളോടുകൂടെ ചില ചോദ്യങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തുന്ന ദൈവമക്കളില്ലേ? ഇതിന്റെ പുറകിലെ കാരണം എന്താണെന്ന് ദൈവത്തോട് ചോദിക്കുന്ന ദൈവമക്കളില്ലേ? ഈ തീരത്ത് വെച്ച് ഇതിന്റെ കാരണം നിനക്കറിയത്തില്ലെങ്കിലും ഒരു നാൾ നിത്യതയുടെ തീരത്തെത്തി കഴിയുമ്പോൾ അറിയാം അതിന്റെ പുറകിൽ ഒരു കാരണമുണ്ടായിരുന്നുവെന്ന്. കാരണം 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ ദൈവം നമ്മെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. വായിക്കട്ടെ. അവൻ മുന്നറിഞ്ഞവരെ. ഇന്ന് രാത്രി ഈ വിഷയം നിങ്ങളുടെ മനസ്സിലോട്ടൊന്നാകണം എന്ന് ആഗ്രഹിക്കുന്നു. 5 വിരലും ഉയർത്തിപ്പിടിച്ച്, കൈ കൊള്ളുന്നിട്ടുള്ളവരെല്ലാം 5 വിരലും ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ വിരൽ എല്ലാ വിരലും മടക്കിയിട്ട് ഒന്നാമത്തെ വിരൽ നിവർത്തുകൊണ്ട് പറയണം, ഞാൻ മുന്നറിയപ്പെട്ട ദൈവപൈതല. ഈ ശബ്ദം ഉയർത്തി പറഞ്ഞേ. സോമാലിയയിലെ പിള്ളേരുടെ ശബ്ദത്തിലല്ല, ബലത്തോടെ. എന്നെ പാട്ടത്തിനെടുത്തതല്ല, എന്നെ ചിട്ടിക്ക് പിടിച്ചതല്ല, എന്നെ ലേലത്തിന് വിളിച്ചതല്ല, എന്നെ കൂലിക്കെടുത്തതല്ല, എന്റെ ദൈവം എന്നെ മുന്നറിഞ്ഞതാണ് എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ബലത്തോടെ പറയട്ടെ, ഞാൻ മുന്നറിയപ്പെട്ട ദൈവപൈതല. മുന്നറിഞ്ഞവരെ വായിച്ചാട്ടെ.
അവൻ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വിരലൊന്ന് ഉയർത്തിപ്പിടിച്ചോണ്ട് പറഞ്ഞ്, എന്റെ ദൈവം എന്നെ മുൻ നിയമിച്ചവനാണ്. ഒന്ന്, ഞാൻ മുന്നറിഞ്ഞപ്പെട്ടവനാണ്. രണ്ട്, ഞാൻ മുൻ നിയമിക്കപ്പെട്ടവനാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞാട്ടെ, ഞാൻ മുൻ നിയമിക്കപ്പെട്ട ദൈവം. അടുത്ത വാക്യം മുൻ നിയമിച്ചവരെ വിളിച്ചു. മൂന്നാമത്തെ വിരലൊന്ന് ഉയർത്തി പറഞ്ഞ്, എന്റെ ദൈവം എന്നെ വിളിച്ചു. വിളിച്ചവരെ നീതീകരിച്ചു. കൃപ ലഭിച്ച ദൈവമക്കൾ ശബ്ദമുയർത്തി പറഞ്ഞ നീതീകരിക്കപ്പെട്ട ദൈവത്തിലാണ്. അടുത്ത വാക്യം, നീതീകരിച്ചവരെ തേജസ്കരണം. അങ്ങനെയാണെങ്കിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ഈ മണ്ണിന് വേണ്ടിയല്ല നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്, നിത്യതയ്ക്ക് വേണ്ടിയാണ് എന്ന് ഉറപ്പ് പ്രാപിക്കുന്നെങ്കിൽ ആത്മാവിൽ പറ, തേജസ്കരണം എന്നെ കാത്തിരിക്കുന്നു. നമ്മൾ പലരുടെ ഇരിപ്പ് കണ്ടാൽ അടുത്ത കാലത്ത് ഇവിടെ നിന്നും പോകാനുള്ള മട്ടിലല്ല ഇരിപ്പ്. ദൈവത്തിന് സ്തോത്രം. ഒരു ഹൈന്ദവ മതഗ്രന്ഥം പറയുന്നത് പോലെ മനുഷ്യനിലുള്ള വികാരം മുന്നിലിരിക്കുന്നവനും പോക്ക, പുറകിരിക്കുന്നവനും പോക്ക, ഇടത്തിരിക്കുന്നവനും പോക്ക, വലത്തിരിക്കുന്നവനും പോക്ക. ഞാൻ മാത്രം ചിരഞ്ജീവിയായിട്ട് ഇവിടെ കാണും. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, പുറത്തോട്ട് വിട്ട ശ്വാസം അകത്തോട്ടെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഭാവി മോർച്ചറിയിലാന്ന് ഓർത്താൽ മതി. ഞാൻ പറയാറുണ്ട്, 335 ഗ്രാം തൂക്കവും ഒരു മുഷ്ടിയുടെ വലിപ്പവുമുള്ള ഹാർട്ട് എന്ന ഈ കൊച്ചു പമ്പ് 1 മിനിറ്റിൽ 72 തവണ ഇടിക്കും എന്ന് ശാസ്ത്രം പറയുന്ന, അല്ലെങ്കിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും കുറവുമൊക്കെ വരത്തക്ക വിധത്തിൽ ഇടിക്കുന്ന ഒരിടിപ്പിൽ 2.5 ഔൺസ് രക്തം രക്തധമനികളിലേക്ക് പമ്പ് ചെയ്യുന്ന, വലിച്ചു നീട്ടി തലച്ചോറ് മുതൽ കാൽപാദം വരെ വലിച്ചു നീട്ടി വെച്ചാൽ 1,00,000 കിലോമീറ്റർ നീളമുള്ള രക്തധമനികളിലൂടെ നിരന്തരം പമ്പിങ് തുടങ്ങുന്ന ഈ പമ്പ് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 70 വയസ്സ് കഴിഞ്ഞ ഒരു അച്ചായനിൽ 250 കോടി വട്ടം ഇടിച്ചിരിക്കുമെന്നാണ് സാധാരണ കണക്ക്. 70 വയസ്സ് കഴിഞ്ഞാൽ 250 കോടി വട്ടം ഇടിക്കുമെങ്കിൽ ഇന്ന് പകൽ എത്ര പ്രാവശ്യം ഇടിച്ചു? 1 മിനിറ്റിൽ 72 വെച്ചൊന്ന് കൂട്ടി നോക്ക്. ഈ ഇടയ്ക്ക് എണ്ണ ഇട്ടിട്ടുണ്ടോ? അഴിച്ചു വാൽവ് മാറിയോ? സ്തോത്രം. ഒരു വേള പണി മുടക്കിയിരുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ബ്രീഫ് കേസുമായിട്ട് ഇങ്ങോട്ട് വന്നവൻ ശവപ്പെട്ടിയിൽ അങ്ങോട്ട് പോയേനെ. കൃപയാൽ നമ്മുടെ കണ്ണുനീരിൽ നിന്ന്, നമ്മുടെ കാലിനെ ഇടർച്ചയിൽ നിന്ന്, നമ്മുടെ ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച് ആരോഗ്യത്തോടെ ഈ സന്ധിയിൽ വചനത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന നമ്മുടെ കരുത്തല്ല, എന്റെ ദൈവത്തിന്റെ ബലമാണ് എന്ന് ബോധ്യമുള്ള കൃപ പ്രാപിച്ച ദൈവമക്കൾ എന്റെ പുറകിൽ ഒരു കരം ചലിക്കുമെന്നറിയണം. അല്ല, നമ്മുടെ ആയുസ് എത്ര ദിവസമുണ്ട്? എല്ലാ കാലവും കൂടെ നമുക്കത് ജീവിക്കാൻ കിട്ടിയാൽ എത്ര കിട്ടും? ഏറെ ആയാൽ 80 എന്നല്ലേ? 80 കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുന്നവർക്കും ബുദ്ധിമുട്ടാ, നോക്കുന്നവർക്കും ബുദ്ധിമുട്ടാ. സ്തോത്രം. 80 അങ്ങ് കൂട്ട്. 80 ആയാൽ എത്ര ദിവസം കിട്ടും? എത്ര കൊല്ലം കിട്ടുമെന്നല്ല, എത്ര ദിവസം കിട്ടും? 80 ഗുണം 365 അത്രയും കിട്ടും. 80 ഗുണം 365 എത്ര ഉണ്ട് നോക്ക്. 80 ഗുണം 360 സെമിത്തേരി ചെല്ലാനിരിക്കുന്നവരാ ഇവിടെ മിക്കവാറും. സ്തോത്രം. 40 കൊല്ലമേ ഇവിടെ ഉള്ളെങ്കിൽ എത്ര ഉണ്ട്? ഒരു 14,000 ദിവസത്തിനുള്ളിൽ നമ്മുടെ സെമിറ്ററി സ്ലീപ്പിംഗ് ആരംഭിക്കും. അടുത്ത 14,000 ദിവസത്തിനുള്ളിൽ നമ്മൾ ശവപ്പെട്ടിയിൽ കയറുമെങ്കിൽ, നമ്മൾ നാട്ടിൽ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ കൊട്ടാര തുല്യമായ വീടിന്റെ സിറ്റ് ഔട്ടിൽ നമ്മുടെ ഡെഡ് ബോഡി വെക്കുന്ന ദിവസത്തിനും ഇന്നത്തെ ദിവസത്തിനും ഇടയ്ക്ക് 14,000 ദിവസമേ ഉള്ളെങ്കിൽ, ഇച്ചിരി ബിപിയും അല്പം കൊളസ്ട്രോളും ഇച്ചിരി ഷുഗറും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ 15,000 ദിവസത്തോടെ നമ്മൾ അങ്ങ് ചെല്ലും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മളും നമ്മുടെ ശവക്കുഴിക്കുമിടയിൽ ഇത്രയും ദിവസമേ ഉള്ളെങ്കിൽ അതിന്റെ പകുതി ഒരു 5,000 ദിവസം എല്ലാം കൂടെ ഉണ്ടെങ്കിൽ ബാക്കി പകുതി ഉറങ്ങിപ്പോയാൽ ഒരു 2,500 ദിവസമേ ഉള്ളൂ നമുക്ക് ശവപ്പെട്ടിക്ക് ഇടയ്ക്ക്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എനിക്കും എന്റെ ശവക്കുഴിക്കുമിടയിൽ ഇത്രയും ദിവസമേ ബാക്കിയുള്ളെങ്കിൽ ഈ മണ്ണിനേക്കാൾ എനിക്ക് വരുന്ന നിത്യതയാണെന്ന് ഉറപ്പ് ദർശനം പ്രാപിച്ച ഒരുപറ്റം ആളുകളെ സ്വർഗം ഇതിനകത്ത് അന്വേഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അമേരിക്കയിൽ ധനാഢ്യനായ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ജീവനക്കാരൻ, ജോലി ചെയ്യുന്നയാൾ, അദ്ദേഹം ഒരു സുവിശേഷകനായിരുന്നു, ഒരാത്മീയനായിരുന്നു. അച്ചായൻ മരിച്ച് ശവമടക്കമൊക്കെ കഴിഞ്ഞ് ഫ്യൂണറൽ ഹോമിലെ ശുശ്രൂഷ പറഞ്ഞാൽ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോ വീട്ടുകാരെല്ലാം കൂടെ വട്ടം കൂടി എന്ന് പറഞ്ഞു, നമ്മുടെ അച്ചായൻ ഭാഗ്യശാലിയാ, പുള്ളി സ്വർഗത്തിൽ തന്നെയാ പോയിരിക്കുന്നത്. അപ്പൊ വേലക്കാരൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ഇവർക്ക് വെച്ചിട്ട് ചോദിച്ചവർക്ക് വെള്ളം കൊണ്ട് കൊടുത്തിട്ട് തിരിയാൻ നേരത്തെ ഇവരിത് പറഞ്ഞു കേട്ടത്.
അപ്പൊ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിടത്ത് അച്ചായൻ പോയിട്ടില്ല. അപ്പോ വേലക്കാരനോട് വീട്ടിലെ അതിഥികൾ പറഞ്ഞു, ഡാടാ ഇത്രയും നാൾ അയാളുടെ നന്മ അനുഭവിച്ചിട്ട് അവസാനമെങ്കിലും 2 വാക്ക് നന്മ പറ. ഇപ്പൊ പറഞ്ഞു, നിങ്ങളെക്കാട്ടിൽ എനിക്ക് അച്ചാനെ അറിയാം. 10-30 കൊല്ലമായി ഞാൻ ഈ നിഴൽ പോലെ ഈ അച്ചാനെ പിന്തുടരുന്നു. അച്ചാൻ കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ പോകാൻ തീരുമാനിച്ചാൽ ആദ്യം എന്നോട് പറയും, നിങ്ങൾ അറിയുന്നതിന് മുമ്പേ ഇന്ന ദിവസം പുറപ്പെടും, ഇത്ര ജോഡി ഡ്രസ് വേണം, ഇന്ന പെട്ടി എടുക്കണം, ഇത്ര ദിവസം കഴിഞ്ഞ് മടങ്ങി വരും. പോകാൻ തീരുമാനിച്ചാൽ പിന്നെ പോകുന്ന സ്ഥലത്തെ കുറിച്ച് ചർവിത ചർവണം പറഞ്ഞുകൊണ്ടിരിക്കുക അച്ചാന്റെ ഒരു സ്വഭാവമാണ്. നിങ്ങൾ പറഞ്ഞിടത്തോട്ടാണ് അച്ചാൻ പോയതെങ്കിൽ ഇന്ന് വരെ പുള്ളിയുടെ വായിന്ന് ആ സ്ഥലത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല, പുള്ളി പോയിട്ടില്ല. ഞാനിന്ന് രാത്രി പറയട്ടെ, ഒന്നും സംഭവിച്ചില്ലെങ്കിലും നിത്യതയെന്ന് 4 വട്ടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്റെ കുഴിമാടത്തിനപ്പുറത്ത് തേജസ്കരണത്തിന്റെ ഒരു ദിവസം എന്നെ കാത്തിരിക്കുന്നു എന്ന് അകത്ത് ബോധ്യമുള്ള കൃപ പ്രാപിച്ച ദൈവമക്കളെ, 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ എന്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചത്. ശ്രദ്ധിക്കണേ, മറക്കാതെ ഞാൻ വിരല് നിവർത്തിച്ച് പറഞ്ഞത് ഓർക്കണം. 1, അവൻ മുന്നറിഞ്ഞവരെ, എന്റെ ദൈവം എന്നെ മുന്നറിഞ്ഞു, പ്രീ നോളജ്. 2, തന്റെ പുത്രനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നിയമിച്ചിരിക്കുന്നു, പ്രീ ഡെസ്റ്റിനേഷൻ. 2, എന്റെ ദൈവം എന്നെ മുൻ നിയമിച്ചു. 3, മുൻ നിയമിച്ചവരെ വിളിച്ചു. 3, എന്റെ ദൈവം എന്നെ വിളിച്ചു. 4, വിളിച്ചവരെ നീതീകരിച്ചു. 4, എന്റെ ദൈവം എന്നെ നീതീകരിച്ചു. 5, എന്റെ ദൈവം എന്നെ തേജസ്കരിക്കും. 1 എന്താ? മുൻ അറിവ്. 2, മുൻ നിർണയം. 3, വിളി. 4, നീതീകരണം. 5, ഒന്നോടൊന്ന് പറഞ്ഞാട്ടെ, സഹോദരിമാരുടെ ഭാഗത്തൊന്ന് പറഞ്ഞു. 1, മുൻ അറിവ്. 2, മുൻ നിയമനം. 3, വിളി. 4, നീതീകരണം. 5, സഹോദരന്മാരുടെ ഭാഗത്തോടൊന്ന് പറഞ്ഞാട്ടെ. 1, മുന്നറിവ്. 2, മുൻ നിയമനം. 3, വിളി. 4, നീതീകരണം. 5. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, മുൻ നിയമനത്തിലെ മുൻ അറിവ് എവിടെ തുടങ്ങും? എവിടെ മുൻ നിയമനം തുടങ്ങുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്ക് ഞാൻ ഉദ്ധരിക്കാം. എഫേസ്യർ 1:3. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. നീ ഒഴുകിക്കയറി വന്നതല്ല, നീ അബദ്ധത്തിൽ പിറന്നു വീണതല്ല. നിന്റെ അമ്മയുടെ ഗർഭഭിത്തിയിൽ ഒരു പൊട്ടായി പറ്റിപ്പിടിച്ച് നീ വളരുന്നതിന് മുൻപ് നിന്റെ മേൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് വീണു. ഈ ഭൂമിക്ക് സർവശക്തൻ വൃത്തം വരയ്ക്കുന്നതിന് മുൻപ് നിന്റെ മേൽ ദൈവത്തിന്റെ കാര്യപരിപാടി ഉണ്ടായിരുന്നു. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് സ്തോത്രം പറയാതിരിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലെ, നീ സ്തോത്രം പറയാൻ രാഗം തിളയ്ക്കണ. കാരണം കുവൈത്തിന്റെ മണ്ണിൽ ഒരു സഭാ ശുശ്രൂഷകനെ അറിയുന്നതിന് മുൻപ്, എന്റെ കൂട്ടുവിശ്വാസി എന്നെ അറിയുന്നതിന് മുൻപ്, എന്റെ സഭാ ശുശ്രൂഷകന്മാരെന്നെ അറിയുന്നതിന് മുൻപ്, എന്റെ ഭർത്താവിനെ അറിയുന്നതിന് മുൻപ്, എന്റെ ഭാര്യ എന്നെ അറിയുന്നതിന് മുൻപ്, എന്റെ മാതാപിതാക്കൾ എന്നെ അറിയുന്നതിന് മുൻപ്, എന്റെ കുഞ്ഞുങ്ങളെന്നെ അറിയുന്നതിന് മുൻപ് എന്റെ ദൈവം എന്നെ മുൻനിർണയിച്ച ദൈവമാണ്. അത് ലോകസ്ഥാപനത്തിന് മുൻപ്. ശ്രദ്ധിച്ചേ, എന്നാ ലോകസ്ഥാപനം. മഹാകവി KV സൈമൺ സാറിന്റെ വേദവിഹാരം എന്ന ഒരു മഹാകാവ്യമുണ്ട്. അത് വളരെ പ്രശസ്തമാണ്. അതിന്റെ ആദ്യത്തെ വരികളിൽ ദൈവത്തിന്റെ ആസ്തിക്യത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കുകൾ വളരെ മനോഹരമാണ്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ ചെറിയ വാക്കുകൾ മാത്രം ഉദ്ധരിക്കാം. യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പത്, ആയതിനറുതിയില്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാഭനായി നിന്ന മഹാനീലനീരഥിയ ജനാദരാൽ വന്നിക്കുന്നേ എന്ന് പറഞ്ഞാൽ, യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതായതിനറുതിയില്ലാതുള്ള യുഗം മുൻപും. നിങ്ങൾ ഓർമ്മയിൽ ആ പുറകോട്ടൊന്ന് പോയിക്കേ. ഞാൻ ഇങ്ങനെ പറയാം, സൂര്യൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, നക്ഷത്രങ്ങളോ ഗാലക്സികളോ നെബുലകളോ ഇല്ല. ഇക്കാണുന്ന പ്രപഞ്ചം നിതാന്ത ശൂന്യമായി നിലകൊള്ളുമ്പോൾ സകല ശൂന്യതകൾക്കും മുൻപിൽ പൂർവകാല നിത്യതയിൽ സർവാധികാരിയായി വിരാജിച്ചരുളുന്ന മഹാദൈവത്തിന്റെ തിരുവായിൽ നിന്ന് ഉണ്ടാകട്ടെ എന്നൊരു കൽപ്പന ഉതിർന്നു വീണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ്
പാസ്റ്റർ രാജുവമ്മ എത്ര എന്ന സാധുവായ ഒരു വിശ്വാസി എന്ന നീ ജനിച്ചു വളർന്ന് ഇവിടെ എത്ര എന്റെ ദൈവത്തിന്റെ നിത്യതയുടെ പ്ലാനായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറ, എന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നു. അത് പുരാതനകാല നിത്യതയിൽ തുടങ്ങിയതാണ്. സ്തോത്രം പറയാൻ എത്ര പേർക്ക് കഴിയും? സ്തോത്രം, ഹല്ലേലൂയ. അകം തിളയ്ക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറ, എന്റെ പുറകിൽ ചലിക്കുന്ന കരം പിശാചിന്റേതല്ല. ഒരു ദുഷ്ടശക്തികൾക്കും എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർക്കാൻ കഴിയുകയില്ല. യുഗങ്ങൾക്ക് മുൻപ് എന്റെ ദൈവം എന്നെ പ്ലാൻ ചെയ്തതാണ്. ഇനിയും അത് മുൻ അറിവ, പ്രീ നോളജ്. ഇനിയും തേജസ്കരണം എന്ന് നടക്കും. നമുക്കറിയാം, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യുന്ന ഉയർപ്പിൻ പ്രഭാതത്തിൽ വിശുദ്ധന്മാർ മണ്ണിൽ നിന്ന് നിത്യപർദീസയിലേക്ക് പറന്നുയരുമ്പോൾ എന്റെ കർത്താവ് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ തത്തുല്യ ശരീരത്തിന്റെ മനോഹര പ്രതിമ ധരിച്ച് നിത്യതയുടെ തങ്ക തെരുവീതിയിൽ കാലുവെക്കാൻ ദൈവം മുൻനിർണയിച്ച ദൈവമക്കളാ എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെങ്കിൽ നമ്മുടെ ചുക്കിച്ചുളിഞ്ഞ ശരീരത്തിന്റെ അസ്ഥിവഞ്ചനങ്ങളുടെ ബലഹീനതകൾ മാറി ദൈവപുത്രന്റെ പുനരുത്ഥാനത്തിന്റെ തേജസ്പ്രഭ തത്തുല്യമായി ധരിക്കുന്ന ആ മനോഹര സുദിനത്തെ കണ്ടുകൊണ്ട് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ പറയുന്നു, അന്ന് ഞാൻ തേജസ്കരിക്കപ്പെടും. മുൻ അറിവ് കഴിഞ്ഞകാല നിത്യതയിൽ, തേജസ്കരണം ഭാവികാല നിത്യതയിൽ. ശ്രദ്ധിക്കുക, മുൻ അറിവെന്ന ഭൂതകാല നിത്യതയും തേജസ്കരണം എന്ന ഭാവികാല നിത്യതയ്ക്കുമിടയിൽ എനിക്കറിയാവുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, എന്റെ വിളി എനിക്കറിയാം. രണ്ട്, എന്റെ നീതീകരണം എനിക്കറിയാം. എന്നാൽ ഞാൻ വിളിക്കപ്പെടുന്നതിന് മുൻപ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് എന്നെ മനസ്സിലാക്കിയ ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ എന്നെ കുറിച്ചൊരു പദ്ധതി ഞാൻ സേവിക്കുന്ന ദൈവത്തിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്നിട്ട് സ്തോത്രം ചെയ്തിട്ട് പറ, എന്റെ പുറകിലൊരു കരം ചലിക്കുന്നു. അതെന്നെ തകർക്കാനല്ല, അതെന്നെ നിത്യതയ്ക്കായി നിർത്താനാണ്. സ്തോത്രം. ഞാനിന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നോ? പോട്ടെ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നോ? രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നോ? പോട്ടെ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നോ? അങ്ങനെയെങ്കിൽ നിന്റെ വിഷയത്തിന്റെ പുറകിലും നീ അറിയാത്തൊരു കരം ചലിക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ഈ ദൂതുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് കേവലം ഒരു ബൈബിൾ ക്ലാസ് അല്ല. ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് തോളിൽ കൈവച്ച് ദൂത് പറയുന്നു. ആർക്കുമില്ലാത്ത ശോധന നിനക്കുണ്ടെങ്കിൽ, ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ പുറകോട്ട് നോക്കിയിട്ട് പറ, എന്റെ ശോധനയുടെ പുറകിൽ ചലിക്കുന്ന കരം ഞാൻ കാണുന്നു. അതെന്നെ തകർക്കുന്ന കരമല്ല, നിത്യതയുടെ തീരം വരെ എന്നെ പണിഞ്ഞു നിർത്താൻ ആ കരം ചലിക്കുകയാണ്. ഗ്ലോറി ധീരാതൽക്കടകനാധികരകാരക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. തലയിൽ കൈവച്ച് ദൂത് പറഞ്ഞില്ലെങ്കിലും ഈ പുൾപിറ്റിൽ നിന്നും ഉയരുന്ന ദൈവശബ്ദത്തിന് മുൻപിൽ ഈ ദൂത് കേൾക്കുന്ന വ്യക്തികളോട് ഈ ക്ലാസ്സിന് നടുവിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കറിയാൻ കഴിയാത്തൊരു കരം, നിനക്കറിയാൻ കഴിയാത്തൊരു കരം നിന്റെ പുറകിൽ ചലിക്കുന്നു. അത് നിന്നെ ഉടച്ചു കളയാനല്ല, നിത്യതയുടെ തീരത്തൊരു ദിവസം നിന്നെ പ്രതിഫലത്തിനായി നിർത്തുമ്പോൾ ആ ശോധന നിനക്ക് ആവശ്യമുണ്ടെന്ന് തെളിയിക്കാൻ ആ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മറക്കാൻ കഴിയാത്ത എന്റെ വല്യമ്മച്ച് പറഞ്ഞ ഒത്തിരി അനുഭവങ്ങളുണ്ട്. തികച്ചും ഒരു ആത്മീയ അന്തരീക്ഷത്തിലാണ് ഞാൻ ജയിച്ചു വളർത്തപ്പെട്ടത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ജയിൽ ചാടി വന്നവരുടെ അനുഭവമൊന്നും എനിക്കില്ല. കർത്താവിന് സ്തോത്രം. അതൊക്കെ ഉണ്ടെങ്കിൽ പലയിടങ്ങളിലും താരപരിവേഷം ഉള്ളൂ എന്നെത്തി നിൽക്കുന്ന കാലമാണ്. 12ാമത്തെ വയസ്സ് മുതൽ 13ാമത്തെ ദിവസം നല്ലൊരു കുടുംബാന്തരീക്ഷത്തിൽ, പ്രാർത്ഥനാന്തരീക്ഷത്തിൽ എനിക്ക് ജനിച്ചു വളർത്തപ്പെടാൻ എന്റെ വല്യമ്മച്ച് പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുന്നു. പെന്തക്കോസ്റ്റ് പശ്ചാത്തലത്തിൽ പേര് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയുന്ന വളരെ പഴക്കം ചെന്നൊരു കർത്തൃദാസൻ ഞങ്ങളുടെ ഭാഗത്ത് ജീവിച്ചിരുന്നു. ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തുകൂടെ ഈ ദൈവദാസൻ ഒരു ദിവസം കയറി വരുന്ന കാഴ്ച കണ്ടുകൊണ്ട് എന്റെ വല്യമ്മച്ചി ഇറങ്ങിച്ചെന്നപ്പോൾ ഈ ദൈവദാസൻ കണ്ടമാനം കരയുകയാണ്. അന്നത്തെ കാലത്ത് പ്രായമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന രണ്ടാമുണ്ട്, തോളെ കൂടി ഇങ്ങനെ ചുറ്റിയിടുന്ന രണ്ടാമുണ്ട്, ഒരു വശം കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണിങ്ങനെ തുടച്ച് ഏങ്ങലടിച്ചുകൊണ്ടാണ് ഈ ദൈവദാസൻ കയറി വരുന്നത്. കയറി വരുന്ന സമയത്ത് ഓടിച്ചെന്ന് എന്റെ വല്യമ്മച്ചി ചോദിച്ചു, അച്ഛ എന്താ കരയുന്നേ? ഈ സമയത്ത് ആ ദൈവദാസൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കൊച്ചമ്മേ,
ഞാൻ ദൈവത്തോടൊരു ചോദ്യം ചോദിക്കാൻ പോവുക. എന്താ അച്ഛാ ചോദിക്കാൻ പോന്നേ? ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ മുൻവശത്തുള്ള റബ്ബറും തോട്ടത്തിന്റെ ഭാഗത്തൂടെ മുകളിലോട്ട് പോയി ഞങ്ങളുടെ വസ്തു തന്നെ വിശാലമായ ഒരു സ്ഥലമുണ്ട്. പ്രാർത്ഥനയ്ക്കൊക്കെ ഈ ദൈവദാസൻ വല്ലപ്പോഴും പോയിരിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ദൈവത്തോട് ചോദിക്കാൻ പോകുന്ന കാര്യം, ഒന്നുകിൽ എന്റെ വീട്ടിലെ തള്ളക്കിളിയെ നന്നാക്കണം, അല്ലെങ്കിൽ കൂട് പൊളിച്ച് എന്നെ നിത്യ വീട്ടിലോട്ട് എടുക്കണം. ഈ കാര്യം പറയാൻ പോവുക. കാര്യത്തിലേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യ വേണ്ടതുപോലെ ദർശനം പ്രാപിക്കാത്തൊരു സഹോദരിയാണ്. കുടുംബത്തിൽ ഉയരുന്ന അസ്വസ്ഥതകൾ നിമിത്തം സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു യോഗം കഴിഞ്ഞു വന്നിട്ട് കരഞ്ഞുകൊണ്ട് വരികയാണ്. കയറിപ്പോകുന്ന സമയം ഈ നിലയിൽ കയറിപ്പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരി നേരം കഴിഞ്ഞ് ഇറങ്ങി വന്നു. ഇനി ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് അന്നത്തെ ശൈലിയിൽ കടുങ്കാപ്പിക്കകത്ത് കന്നുന്നയി ഒഴിച്ച് നേരെ കൊണ്ട് ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് ഈ അമ്മച്ചി, ഞങ്ങളുടെ അമ്മച്ചി ചോദിച്ചു, അച്ഛാ ദൈവത്തോട് ചോദിച്ചോ? പറഞ്ഞു. കൊച്ചമ്മ ചോദിച്ചു. കണ്ണ് തുടച്ചോണ്ട് പറഞ്ഞു. കൊച്ചമ്മ ചോദിച്ചു. എന്നിട്ട് ദൈവം എന്തോ മറുപടി പറഞ്ഞു. അപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാ: കൊച്ചമ്മേ, ദൈവം എന്നോട് പറഞ്ഞു, ഈ കല്ലേൽ അലക്കിയെങ്കിലേ ഈ തുണി വെളുക്കൂന്ന്. മനസ്സിലായില്ലേ? വാഷിംഗ് മെഷീന്റെ കാലമായതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. ഏത് കല്ലേൽ അലക്കിയാൽ ഏത് തുണി വെളുക്കുമെന്ന് അറിയുന്ന ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. നിനക്കേത് ശോധന തന്നാൽ കറപറ്റാതെ നീ നിത്യതയിൽ എത്തുമെന്ന് അറിയുന്ന ദൈവമാണ് നീ ആരാധിക്കുന്ന ദൈവമെങ്കിൽ നിന്റെ പുറകിൽ ആ കരം ഇന്ന് പകൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ച ഉദാഹരണം, ഇംഗ്ലണ്ടിൽ ഞാൻ സുവിശേഷ യോഗത്തിനായി ചെന്നപ്പോൾ അവിടെ ഒരു ദൈവദാസൻ അനുഭവം. ആ കർത്തൃദാസൻ സുവിശേഷ യോഗത്തിനായി പോയ സമയത്ത് അന്ന് യോഗത്തിന്റെ തെറുവിക്കടയിൽ സോക്സ് ഉണങ്ങാനിട്ടപ്പോൾ ഉറുമ്പിനെ കൊടയാതെ വലിച്ചു കയറ്റിയിട്ടു. യോഗത്തിന് സമയമായതുകൊണ്ട് വേഗതയിൽ കുതിരപ്പുറത്ത് കയറി യോഗത്തിന് പോയി. പക്ഷെ കുതിരപ്പുറത്ത് കയറി യോഗത്തിന് പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ സോക്സിനകത്ത് വല്ലാത്ത ഉറുമ്പുകടി. ഇന്ന് രാത്രി യോഗത്തിലിരിക്കുമ്പോഴും ഉറുമ്പുകടി സഹിച്ചുകൊണ്ടിരിക്കുന്നവർ കാണുമല്ലോ. സ്തോത്രം. പുള്ളി ഇതിനിടയ്ക്ക് കുനിഞ്ഞു കിടന്ന് കൈ സോക്സിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഉറുമ്പിനെ ഞെരടിയാ യോഗത്തിന് പോയത്. അങ്ങനെ പല പ്രാവശ്യം ഞെരടി അങ്ങ് യോഗത്തിന് ചെന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ കാട്ടുകള്ളൻ രക്ഷിക്കപ്പെട്ടു. അപ്പൊ ഈ കാട്ടുകള്ളൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഇദ്ദേഹത്തിന് സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തു. ഇദ്ദേഹം മുന്നോട്ട് വന്ന് സാക്ഷ്യം പറയുക, ഞാൻ രക്ഷിക്കപ്പെട്ടതിന്റെ കാരണം ഇദ്ദേഹത്തിന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ കാട്ടുകള്ളൻ പറഞ്ഞു, വിശദീകരണം കേൾക്കണോ? കാട്ടുകള്ളൻ പറഞ്ഞത്, ഇന്ന് രാത്രി ഇദ്ദേഹത്തെ കൊല്ലാൻ കാട്ടുപാതയിൽ കമ്പി വലിച്ചു കെട്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. കമ്പി അങ്ങനെ ക്രോസ് വലിച്ചു കെട്ടിയിരിക്കുന്ന ഭാഗത്തേക്ക് ഇയാളുടെ തല വന്നപ്പോൾ ഇയാൾ കുനിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും കമ്പി അഴിച്ച് മറ്റൊരിടത്ത് ഞങ്ങൾ കൊണ്ട് കെട്ടി. അവിടെയും കമ്പിയോട് അടുത്ത് ഇയാളുടെ തല വന്നപ്പോൾ ഇയാൾ കുനിഞ്ഞു. 2-3 വട്ടം ആവർത്തിച്ചപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി, കമ്പിയോടടുത്ത് തല വരുമ്പോ ഇയാളെ കുനിയിക്കുന്ന ഒരു ശക്തി ഇയാളെ പുറകിൽ വ്യാപരിക്കുന്നു. അത് ദൈവത്തിന്റെ കരമാണ്. ആ ദൈവദാസനോട് ചോദിച്ചു, പുള്ളി കുനിഞ്ഞത് ഉറുമ്പിനെ ഞെരിടാനാ? ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന് സാരം മനസ്സിലായോ? നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ പുറകിൽ ഇന്ന് രാത്രി ഉയരുമ്പോൾ അതിന്റെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിത്യതയുടെ തീരത്ത് നിന്നെ ബലത്തോടെ നിർത്താൻ ചലിക്കുന്ന വാർത്ത ആത്മാവിൽ അറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് ധൈര്യത്തോടെ പറ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെങ്കിൽ എന്റെ ശോഭനയുടെ പുറകിൽ ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ കൊച്ചുദാഹരണത്തോടെ അവസാനിപ്പിക്കട്ടെ. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ കരം ചലിച്ചോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അപ്പൻ എത്ര നാൾ ജീവിച്ചിരുന്നു? അബ്രഹാം വാർദ്ധക്യത്തിനും വിവാഹം കഴിച്ച് പുത്രോത്പാദനം നടത്തിയ ചരിത്രമാണ് അബ്രഹാമിന്റെ ചരിത്രം. എന്നാൽ ഇസഹാക്കിന് പകുതി പ്രായം കഴിഞ്ഞപ്പോൾ മക്കളെ തപ്പി നോക്കേണ്ട ഗതികേട് വന്നില്ലേ? അതും ശബ്ദം കൊണ്ട് പോലും കൃത്യമായി തിരിച്ചറിയാതെ അടുത്ത് വിളിച്ച് തപ്പി നോക്കിയില്ലേ? അതിന്റെ അർത്ഥം എന്നാ? കണ്ണ് കാണാൻ വയ്യാത്ത ഏതോ അന്ധത ഈ ഇസഹാക്കിനെ ബാധിച്ചു. പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് നെടുവീർപ്പിടുന്ന സമയം, ദൈവമേ ഇതിന്റെ കാരണം എന്താ എന്ന് അലറിക്കരഞ്ഞു പോയി കാണില്ലേ? ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം, ഇസഹാക്കേ, നിന്റെ ഭാര്യയുടെ ഗർഭത്തിൽ 2 കുഞ്ഞുങ്ങളാണെന്നും അതിൽ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നും നിത്യതയിൽ ദൈവം പ്ലാൻ ചെയ്ത പദ്ധതിയാ. നിന്റെ കണ്ണ് കാണുമെങ്കിൽ അനുഗ്രഹം ഇസഹാക്കിലല്ല യാക്കോബിലല്ല എത്തുന്നത്, ഏശാവിലെത്തും. നിന്റെ കണ്ണ് കാണത്തില്ലെങ്കിൽ അനുഗ്രഹം വഴിമാറി യാക്കോബിലെത്തും. നിന്റെ കണ്ണ് കാണാതിരിക്കുക അനുഗ്രഹം വഴിമാറാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില നെടുവീർപ്പുകളുടെ
ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ, നെടുവീർപ്പായി ഉയരുന്ന ചില വിഷയങ്ങൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഈ ദൂത ശ്രദ്ധിക്കുമ്പോൾ നിന്റെ തോളിൽ തട്ടി ദൈവാത്മാവ് പറയുന്നു, അതിന്റെ അർത്ഥം ഇന്നത്തെ തീരത്ത് നിനക്ക് മനസ്സിലാകത്തില്ലെങ്കിലും ഒരു നാൾ നശ്വര ലോകം വിട്ട് പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്ന് നേടിയതെന്തെന്നറിയുന്ന സമയം നിന്റെ ശോധനയുടെ പുറകിൽ ആ കരം ചലിച്ചേ നിനക്ക് ബോധ്യമാകും. കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറ, എന്റെ ശോധനയുടെ പുറകിൽ ഇതാ ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അവിടെ പ്രധാനമായി ഗ്രഹിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ നിർണയം നമ്മുടെ വിധിയല്ല. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വിധി എന്താണെന്നറിയാൻ ആഗ്രഹമില്ലേ? അതല്ലേ മുഖം നോക്കി ലക്ഷണം പറയുന്നവർ വീട്ടിൽ വരുമ്പോ ലക്ഷണം തുടങ്ങുന്ന സമയത്ത് അമ്മ കൊളുന്ത് രാജാവാകുമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേ ഞങ്ങൾക്ക് ഇഷ്ടമില്ലെന്നും പറഞ്ഞ് പറ്റിക്കൂടി അവിടെ നിൽക്കുന്നത്. കാര്യമെന്നാ? വിവരമൊന്നും അറിയണമെന്ന് ആഗ്രഹമില്ലേ? എന്നാൽ ഹിന്ദു ശാസ്ത്രത്തിലെ വിധിയല്ല ഒരു കൃപ പ്രാപിച്ച ദൈവവേദനമുള്ള നിർണയമെന്നറിയണം. അടുത്ത സമയങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഹിന്ദു ശാസ്ത്രത്തിലെ വിധി ദൈവവചനത്തിന് വിരുദ്ധമാണ്. ദൈവത്തിന് ഒരു വ്യക്തിയുടെ മേൽ വിധിയുണ്ടെങ്കിൽ ആ വ്യക്തിയെ അന്തിമ വിധി നാളിൽ വിധിക്കാൻ ദൈവത്തിന് പറ്റില്ല. ദൈവത്തിന്റെ ഹിതം ഒരു വ്യക്തിയുടെ മേലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സർവജ്ഞാനത്തിലെ അറിവും ദൈവത്തിന്റെ നിർണയവും വ്യത്യാസമായി ചിന്തിക്കണം. ഒരു കൊച്ചുദാഹരണത്തോട് തെളിയിക്കാം. സർവശക്തന്റെ കത്തിക്കാളുന്ന സിംഹാസനം ഉയർന്നു നിൽക്കുന്ന രംഗം നിങ്ങൾ ഭാവനയിൽ കാണുക. ഹിമധവളിമമായ വെണ്ണ സിംഹാസനത്തിൽ മഹാദൈവം ഇരുന്ന് അന്തിമ വിധി നടത്തുക. അനുശാസനം അനുസരിക്കാതെ മരണം വരിച്ച മർത്യരാശി മുഴുവൻ മടങ്ങി വന്ന് വിധിയേറ്റ് തീപ്പൊയ്യയിലേക്ക് പോകാൻ തുടങ്ങി പേര് വിളിച്ചുകൊണ്ടിരിക്കുക. എന്റെ ചിന്ത ഞാൻ പറയാം. ദൈവം പേര് വിളിക്കുന്നു. ആ കൂട്ടത്തിൽ പേര് വിളിച്ചു ഫൂലാൻ ദേവി കേറി ഇങ്ങോട്ട് വരിക. നമുക്കറിയാം ചമ്പൽക്കാടിനെ വിറപ്പിച്ച കൊള്ളറാണിയാണ് ഫൂലാൻ ദേവി. ദേവിയോട് ചോദിച്ചു, നിന്റെ പേര് ഫൂലാൻ ദേവി അല്ലേ? ആന്നു. നീയാണോ കൊലപാതകി? നീയല്ലേ ചതിക്കുന്നവൾ? രക്തക്കൊതിയുള്ളവളല്ലേ? അങ്ങനെയുള്ളവർക്ക് നരകമല്ലേ ഓഹരി? പോ നരകത്തിലേക്ക് എന്ന് പറയുമ്പോ ഫൂലാൻ ദേവി തിരിഞ്ഞു നിന്ന് ദൈവത്തോട് ചോദിച്ചിരിക്കട്ടെ, ദൈവമേ ഞാൻ പൊക്കോളാം, പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ പിറക്കുന്നതിന് മുമ്പ് ഇത്രാമത്തെ വയസ്സിൽ ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരിയാകത്തക്ക വിധം ഞാൻ ഉപദ്രവിക്കപ്പെടണമെന്നും ചോര കൊണ്ട് ചോരയ്ക്ക് പക തീർക്കാൻ ഞാനൊരു ദിവസം ആയുധം കൈയെടുക്കണമെന്നും അവസാനം പകയെല്ലാം തീർത്ത് നാട്ടിൽ വന്ന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിച്ച് മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വണ്ടിയെ കയറുമ്പോ ഘാതകരനെ വെടിവെച്ച് വീഴ്ത്തണമെന്നും അങ്ങനെ നരകത്തിലെത്തണമെന്നും എന്റെ തലയിൽ വരച്ചു വെച്ചതിന് ശേഷം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച നീയാണ് ഞാൻ പോകുന്ന അഗ്നിപ്പൊയ്യയുടെ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടേ ഞാൻ പോകൂ, അതാണ് സത്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിധി നീതിയുള്ള വിധിയാകയില്ല. ഓർക്കുക, ദൈവത്തിന്റെ വിധി തലേവരെയല്ല, ഏറ്റെടുക്കാനും അവഗണിക്കാനും അവസരം നൽകിക്കൊണ്ട് അവഗണിച്ചാൽ ശിക്ഷയും ഏറ്റെടുത്താൽ അനുഗ്രഹവും തരേണ്ടതിന് അവന്റെ വാതിൽ ഇന്ന് പകൽ തുറന്നു കിടക്കുന്നു. നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം പുറങ്കാൽ കൊണ്ട് ചവിട്ടി എറിഞ്ഞാൽ അതിന്റെ പരിണിത ഫലം വേദനാജനകമായിരിക്കും. ബാക്കി കാര്യങ്ങൾ നാളെ രാത്രി ചിന്തിക്കുന്നതിന് മുൻപ് ഒരു മിനിറ്റ് കൃപ ലഭിച്ച ദൈവമക്കളുടെ അധരം നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ നാവിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ആരും മൗനമായിരിക്കരുത്. കൃപ ലഭിച്ച ദൈവമക്കളുടെ നാവിൽ നിന്ന് പ്രാർത്ഥന. ദൈവഹിതം എന്താണ്? ദൈവഹിതത്തിന് വിപരീതമായിട്ടുള്ള നമ്മുടെ ചുവടുവയ്പ്പുകളുടെ പരിണിത ഫലം. സ്തോത്രം. അതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങൾ ചിന്തിക്കും. കുടുംബജീവിതം, സഭാമണ്ഡലം മേഖലകളെയൊക്കെ അടങ്ങം പിടിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇന്ന് പകൽ ശബ്ദം ഉയർത്തി അല്പ മിനിറ്റിന് രാത്രികാലം പ്രാർത്ഥിച്ചു. എല്ലാ വായിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. നിങ്ങൾ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നുള്ളതിനേക്കാൾ ശക്തനായ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി ഇടപെടുന്ന രാത്രിയാണ് ഇന്ന് രാത്രി. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസനം എഴുന്നേറ്റാട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാവരും ആ കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. കർത്താവിലേക്ക് കരങ്ങൾ അത് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി. ഒരപ്പന്റെ മുൻപിൽ കുഞ്ഞു നിൽക്കുന്നത് പോലെ, ഒരമ്മയുടെ മുൻപിൽ പൈതൽ നിൽക്കുന്നത് പോലെ രണ്ട് കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി കർത്താവിനോട് ചില മിനിറ്റുകൾ വാ തുറന്ന് പ്രാർത്ഥിച്ച്. പാസ്റ്റർ രാജു നിങ്ങളെ കാണുന്നതിനേക്കാൾ, സാമങ്ങൾ നിങ്ങളെ കാണുന്നതിനേക്കാൾ, ദൈവദാസന്മാരായ ബലഹീനരായ ഞങ്ങൾ നിങ്ങളെ കാണുന്നതിനേക്കാൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവപുത്രൻ നിങ്ങളെ കാണുന്നു. മനുഷ്യ ഹൃദയങ്ങളിൽ അടിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങളെ വായിക്കുന്ന യേശുവിന്റെ കണ്ണുകൾ നിങ്ങളെ വായിക്കുന്നു. ഇന്ന് പകൽ കരങ്ങളും ഉയർത്തിപ്പറ, കർത്താവേ, എന്റെ കൊതിയൊന്നും എനിക്ക് വേണ്ട,
നിന്റെ ഹിതം മാത്രം എനിക്ക് മതി. വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിന്റെ പുറകിൽ, ഈ ക്ലാസിന് പുറകിൽ ദൈവദത്തമായ ഉദ്ദേശമുണ്ട്. അവർ കൊതിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് അവൻ ക്ഷയമയച്ചു. ഇന്ന് രാത്രി കൊതിച്ച് വാങ്ങിക്കാനല്ല ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം മാത്രം ഏറ്റെടുക്കാനാണ്. കൊതിച്ചത് കഴിച്ചിട്ട് ആ വായിൽ തന്നെ ക്ഷയം കൂടെ വന്നെങ്കിൽ ഗതസമനയിലെ പ്രാണവേദനയിൽ സഹിക്കാൻ കഴിയാത്ത പാനപാത്രം ഇറങ്ങി വരുമ്പോൾ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ യേശുവിനെ പോലെ ഇന്ന് രാത്രി കരം ദൈവത്തിങ്കലേക്ക് ഉയർത്തി ഒരപ്പന്റെ മുമ്പിൽ കുഞ്ഞു നിൽക്കുന്നത് പോലെ വാ തുറന്ന് പറ, കർത്താവേ, എന്റെ ഇഷ്ടം ഒന്നും വേണ്ട, നിന്റെ ഹിതം എന്നെ അറിയിക്കണമേ. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വീലിയ, എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വീലിയ, എന്നെയും യോഗ്യനായി എന്നീയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എന്നീയ സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ഈ സന്ദേശം നാളെ തുടരുമെങ്കിലും ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എല്ലാവരും കണ്ണ് തുറന്ന് ഒരു നിമിഷം എന്നെ ശ്രദ്ധിച്ചാട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ ഹിതം നിങ്ങളെക്കുറിച്ച് ഉന്നതമാണെങ്കിലും നിങ്ങളുടെ തിരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമുണ്ട്. ഈ സന്ദേശം ഉപസംഹരിക്കുന്നത് വരെ വചനം പ്രസംഗിപ്പാനാണ് എന്നെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി. പക്ഷേ ഈ പ്രസംഗം ഇടയ്ക്ക് വെച്ച് അലസിപ്പിച്ച് ഇരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ദൈവഹിതത്തിന് വിപരീതമായി ചുവടുവെച്ചാൽ കൈപ്പോടെ കരയുന്ന കറുത്ത ദിനങ്ങൾ നാളെ ഉണ്ടാകും. അതിനു മുമ്പ് ജീവിതത്തെ ക്രമീകരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ രാത്രി ആവശ്യപ്പെടുന്നു. ഞാൻ ഓർക്കുന്നു, ഒരു മനുഷ്യൻ പറഞ്ഞ അനുഭവം. അദ്ദേഹം വളരെ അനുഗ്രഹീതമായ പശ്ചാത്തലത്തിൽ ജീവിച്ചു വന്നയാൾ. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിൽ ലഭിച്ച ആ കുഞ്ഞ്, ഏക പൈതൽ, ഒരിക്കൽ ഡൈനിങ് ടേബിളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലത്തേക്ക് തെറിച്ചു വീണ് നെറ്റിയടിച്ച് തൽക്ഷണം മരിച്ചു. ഈ ബോഡിയിൽ കെട്ടിപ്പിടിച്ച് അലറിക്കരഞ്ഞ് അടുത്ത ദിവസം ശവമടക്കൊക്കെ ക്രമപോലെ നടന്നു. ശവമടക്ക് കഴിഞ്ഞ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത്, സെമിട്രിയിൽ നിന്ന് ആദ്യം വന്ന വണ്ടിയിൽ അദ്ദേഹം വീട്ടിലോട്ട് വന്ന് ബെഡ്റൂമിന്റെ കതക് വലിച്ചു തുറന്ന് അകത്തോട്ട് കയറിയിട്ട് കതക് വലിച്ച് ദൈവത്തോടുള്ള പക കൊണ്ട് തിരിച്ചടച്ചിട്ട് കമിഴ്ന്നു വീണ് ഇങ്ങനെയാണ് അലറിക്കരഞ്ഞത്, ദൈവമേ, എന്നോട് നീ ചെയ്തതെന്ത്? രണ്ടാമതൊരു കുഞ്ഞുകൂടെ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത എന്റെ ഏക പൈതലിനെ നീ വലിച്ചെടുത്തതെന്ത്? ഈ കിടപ്പിൽ ഈ ദൈവദാസൻ കരഞ്ഞു ഉറങ്ങിപ്പോയി. ഉറക്കത്തിനിടയിൽ തന്റെ സ്വപ്നം കാണുകയാണ്. സ്വപ്നം ഇതാണ്: യേശു തന്റെ മുൻപിൽ നിൽക്കുന്നു. താൻ ഇങ്ങനെ സംസാരിച്ചു. യേശു ഇങ്ങനെ സംസാരിക്കുന്നു: മകനെ, നിന്റെ ടീനേജ് പ്രായത്തിന്റെ തുടക്കത്തിൽ ഒരു കൊച്ചു വീട്ടു പ്രാർത്ഥനയിൽ വെച്ച് മുട്ടിന്മേൽ നിന്ന് കൈകൾ ഉയർത്തി നിന്നെ എന്റെ വേലയ്ക്കായി നീ സമർപ്പിച്ചു. പക്ഷേ കാലക്രമത്തിൽ പ്രതിഷ്ഠ നീ മറന്നു. 20 വയസ്സ് കഴിഞ്ഞ് 22-ലെത്തിയപ്പോൾ നിനക്ക് ബാങ്കിൽ ജോലി ചെയ്ത ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചന വന്നു. കൈനീട്ടി ഏറ്റെടുത്തു. പലപ്പോഴും ഞാൻ നിന്നെ തടഞ്ഞെങ്കിലും എന്റെ ശബ്ദം കേൾക്കാൻ നീ ചെവി ഏൽപ്പിച്ചില്ല. നീ നിന്റെ ഹിതപ്രകാരം ഓടി. പലപ്പോഴും വിളിച്ചു, വീണ്ടും യാത്ര ചെയ്തു. ഇപ്പോൾ നിന്റെ ഏറ്റവും വിലയേറിയതിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് നിന്നെ എന്റെ ഹിതത്തിനായി വിളിക്കുന്നു. എന്താണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് അറിയാമോ? ജീവിതത്തിൽ ഒരു നാൾ ദൈവസന്നിധിയിലെടുത്ത പ്രതിഷ്ഠകൾ പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞ് മനസ്സ് ഒരു കാട്ടുകുതിരയെ പോലെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പാഞ്ഞാൽ
ദൈവഹിതത്തിന് വിപരീതമായ പോക്കിൽ കൈപ്പോടെ കറിയേണ്ടി വരും. ഇന്ന് രാത്രി ശ്വാസം അടുത്തതകത്തോട്ടിടുക്കും മുൻപ് അറിയേണ്ടത് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. ആ കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ആ രക്തത്താൽ ജയം. ശബ്ദമുയർത്തി കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ ദിവസങ്ങളിലെ ക്ലാസുകളിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തിന്റെ ഹിതമറിയണം. ഒരു പ്രവാചകനിലൂടെ പറയുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നേരിട്ട് സംസാരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ചെവി കേൾക്കാൻ ഒരുക്കുന്നെങ്കിൽ പറയാൻ അപ്പൻ തയ്യാറാണ്. കൃപ ലഭിച്ച ദൈവമക്കൾ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കളുടെ അധരങ്ങൾ ആത്മാവിൽ ചലിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഇവിടെ ചില ദൈവിക വിടുതലുകൾ വ്യക്തികൾക്കായി കർത്താവ് പകരുകയാണ്. ഏറ്റവും പുറകിലത്തെ നിര മുതൽ ഏറ്റവും മുൻപിലത്തെ നിര വരെ ദൈവാത്മാവ് ഇടപെടുകയാണ്. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ നിന്നെക്കുറിച്ച് ഇതിന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മനസ്സ് ചാഞ്ചാടാൻ അനുവദിക്കാതെ ദൈവിക സന്നദ്ധിയിൽ ദൈവത്തിന്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഈ സന്ദേശത്തിന് നടുവിൽ കർത്താവ് ചില വ്യക്തികളെ കരുതുകയാണ്. അന്ധകാര ശക്തികൾ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ കനത്ത പദ്ധതികൾ അവൻ ആവതായി ഒരുക്കി വെച്ചാലും ദൈവശബ്ദം കേൾക്കാൻ ചെവി തുറക്കുന്ന ഒരു ദൈവവേദന ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി കിടക്കയിൽ വെച്ച് നിന്നോട് സംസാരിക്കാൻ, ഇന്ന് രാത്രി ഏകാന്തതയിൽ നിന്നോട് ഇടപെടുവാൻ ദൈവശബ്ദം മുഴങ്ങുകയാണ്. രാത്രി കർത്താവിനോട് പറ, കർത്താവ്, നിന്റെ ഹിതം എനിക്കറിയണം. ആ ഉയർത്തിയ കരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധരായ പ്രിയ കർത്താവേ, ഈ കരങ്ങളെ നിന്റെ കരങ്ങളിൽ കൈമാറുന്നു. എല്ലാത്തിനേക്കാളും ഉപരിയായി നിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ ഈ കണ്ണുകളെ തുറക്കണമേ. ഒരു നാൾ ന്യായാസനത്തിന് മുൻപിൽ പ്രതിഫല വിഭജന ദിനം സ്വർഗത്തിന്റെ തങ്കത്തൊരു വീതിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ദൈവഹിതം എവിടെയെല്ലാം തട്ടിമാറ്റിയെന്നോർത്ത് വേദനിക്കാൻ ഇടയാകാതിരിക്കേണ്ടതിന് നിന്റെ നിർണയത്തിന്റെ ഹിതം മനസ്സിലാക്കാൻ ഈ കരങ്ങളെ നീ ഒരുക്കണമേ. നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൈവെട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദൈവസന്നിധിക്കാം.